ആരെങ്കിലും കഴിഞ്ഞ ശ്ലോകം ഒന്ന് ചൊല്ലി. വിശ്വമേവ വിശ്വമഖിലം വിഷ്ടിപ്യമാശാ ഗുരോ നിത്യം ബ്രഹ്മ നിരന്തരം വിമൃശതാ നിർവ്യാജശാന്താത്മനാ ഭൂതം ഭാവി ച ദുഷ്കൃതം പ്രദഹതാ സംവിന്മയേ പാവകേ പ്രാരബ്ധായ സമർപ്പിതം സോപരി ഏഷാ മനീഷാ മമ. ഈ പ്രദഹത എന്നുള്ള സ്ഥലത്ത് ആരാണ് ഈ പ്രദഹത? നിർവ്യാജശാന്താത്മന. ആരാണിത്? സംഭവം ആരാ? ഇത് തൃതീയാന്തമാണ്. അതിന്റെ പ്രഥമാന്തം അന്ധക്കരണം. ജ്ഞാനി. അതാണ്. ദാഹം ചെയ്തവനാൽ പ്രദഹ. തൃതീയാന്തത്തില് പ്രദഹത, പ്രദഹതൃ പ്രാതിപതികമാവും. മനുഷ്യ പഞ്ചകത്തിന്റെ 525 അവസാന പാരഗ്രാഫ് നോക്കിയേ. അപ്പൊ ടീക്കയിൽ നോക്കിയോ, 525 അവസാന പാരഗ്രാഫ് ടീക്ക. നനു അഹം മനുഷ്യ ഇത്യാദു മനുഷ്യത്വാദി ധർമ്മയുക്ത ദേഹാദി സമാനാധികരണ അഹം പ്രത്യസ്യ തത് വിഷയത്വം അനുഭവസിദ്ധമിതി ചേത് നേഷദോഷ. ഒരുപക്ഷെ ചോദിക്കുകയാണ്, ഇത് ശാസ്ത്ര ചർച്ച തുടങ്ങുകയാണ്, ഇത് വേറൊരു ഏരിയയിലേക്ക് പോവുകയാണ്. ഈ ഗ്രന്ഥത്തിൽ കുറെ സംഭവം അങ്ങനെ കയറി വരും. ഞാൻ മനുഷ്യനാണ് എന്നുള്ളൊരു ബുദ്ധിയില്ലേ, ഇത് എവിടെയാ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഈ പ്രസംഗം മാധവ സിദ്ധാന്തത്തിനനുസരിച്ചാണല്ലോ വരുന്നത്. എപ്പോഴും ജീവനും ഈശ്വരനും തമ്മിൽ ഭേദമുണ്ട്. ഈശ്വരനെ ആശ്രയിച്ചിട്ട് ജീവൻ ഇരിക്കത്തുള്ളൂ. മുക്തികാലത്തും ഭേദമായിരിക്കും. ജീവനും തമ്മിൽ ഭേദം, ജഡവും തമ്മിലുള്ള ഭേദം, ജീവനും ഈശ്വരനും തമ്മിലുള്ള ഭേദം, ഇങ്ങനെ ഭേദങ്ങൾ നിലനിൽക്കുന്നു. അഹം മനുഷ്യ എന്നുള്ള സ്ഥലത്ത് എന്താ സംഭവിക്കുന്നത്? മനുഷ്യത്വാദി ധർമ്മയുക്ത മനുഷ്യനെന്നോ അല്ലെങ്കിൽ ഞാൻ എന്ന വ്യക്തി എന്നോ ഉള്ളൊരു ബോധം ഉണ്ടാവും. അവിടെ മനുഷ്യത്വം, രാമത്വം, കൃഷ്ണത്വം, ചൈത്രത്വം ഇത്യാദി ബുദ്ധി നടക്കുന്നുണ്ട്. അപ്പോൾ താദൃശ ധർമ്മയുക്തമാണ് ദേഹം. ദേഹത്തിലാണ് മനുഷ്യത്വം ഇരിക്കുന്നത്. കേവല ദേഹത്തിലല്ല, ചേതന വിശിഷ്ടമായിരിക്കും ദേഹത്തിലായിരിക്കും മനുഷ്യത്വം ഇരിക്കുക. ഇവിടെ ഇപ്പൊ എടുക്കുന്നത് ചേതന ഉണ്ടല്ലോ, അതവിടെ നിൽക്കട്ടെ, അത് അടുത്ത സ്റ്റെപ്പ് പറയാം. മനുഷ്യത്വ ധർമ്മയുക്ത ദേഹം, ദേഹത്തിന്റെ സമാനാധികരണമായിരിക്കുന്ന അഹം പ്രത്യയം. ദേഹത്തിന്റെ സമാനാധികരണ അഹം പ്രത്യം എന്ന് പറഞ്ഞാൽ ദേഹം എവിടെയാണ് ഇരിക്കുന്നത് അവിടെയാണ് അഹം പ്രത്യം ഇരിക്കുന്നത്. അപ്പോൾ ദേഹ സമാനാധികരണമായിരിക്കുന്ന ഒരു അഹം പ്രത്യം കിട്ടും. അപ്പോൾ ദേഹയുക്തമായിരിക്കുന്ന ചേതനയിലെ അഹം പ്രത്യമാണ്. അതുകൊണ്ട് ദേഹ സമാനാധികരണമായിരിക്കുന്ന ഞാൻ എന്നുള്ള പ്രത്യം ഞാൻ എന്നർത്ഥം. ഇതാണ് അഹം മനുഷ്യ എന്നുള്ള സ്ഥലത്തെ വിഷയത്വം. അത് വിഷയത്വം അനുഭവസിദ്ധം. ഇതാണല്ലോ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ശരീരം ചേതന സംബന്ധിയായിട്ട്, ആ ശരീര സംബന്ധിയായിരിക്കുന്ന ചേതനിലാണ് അഹം പ്രത്യം ഉണ്ടാവുന്നത്. ശരീരത്തിലായിരിക്കട്ടെ മനുഷ്യത്വം എന്നുള്ള ബുദ്ധിയുണ്ട്. അങ്ങനെ ഇരിക്കുന്ന മനുഷ്യത്വ വിശിഷ്ട ശരീരം ഇരിക്കുന്ന ചേതനനിൽ അഹം പ്രത്യം നടക്കുന്നു. ഇതാണ് മനുഷ്യ, അഹം മനുഷ്യ ഇത്യാദി പ്രത്യം. സിദ്ധാന്തി പറയാണ്, നേഷദോഷ, ഇതൊരു ദോഷമല്ല. അതായത് ഇങ്ങനെ ഒരു പ്രത്യയം നടന്നു കഴിഞ്ഞാൽ കേവല ചൈതന്യത്തിലല്ലല്ലോ പ്രത്യയം എന്നുള്ളതാണ് പ്രസംഗം. അതിന് ഉത്തരം പറയാണ്, ചിത് ഭാസിത്വ ലക്ഷണ യോഗാത് നിശ്ചിത ഇതമർത്ഥേ ശരീരാദോ ജായമാനോ അഹം പ്രത്യഹ സ്ഫടികേ രക്തിമ ബുദ്ധിവത് ഭ്രാന്തിരേവ. ഇവിടെ ഉണ്ടായിരിക്കുന്ന ബുദ്ധി പോലും ഭ്രാന്തി പ്രത്യയമാകുന്നു എന്ന് പറഞ്ഞാല് ദേഹവും വാസ്തവമാണ്. വിശിഷ്ട അദ്വൈത സ്ഥലത്ത് എല്ലാം എന്താണ്, ചിത് ജഡ വിശിഷ്ടമായിരിക്കുന്ന ഏകനായിരിക്കുന്ന ഈശ്വരനാണ്. അതുകൊണ്ട് അവിടെയുള്ള പ്രത്യയം വാസ്തവമായിരിക്കും, ഈ ശരീരാദികളൊക്കെ തന്നെ വാസ്തവമായിരിക്കും. ഇവിടെയാണ് സിദ്ധാന്തി പറയുന്നത്, ചിത് ഭാസ്യത്വ ലക്ഷണ യോഗാത് നിശ്ചിത ഇതമർത്ഥേ ശരീരാദോ. ഇതമർത്ഥം, ഇത് എന്നുള്ള ബുദ്ധിക്ക് വിഷയമായിരിക്കുന്ന ശരീരം, മനസ്സ് ഇത്യാദികളൊക്കെ ഉണ്ട്. ഇവിടെ ചേതനാൽ ഭാസ്യങ്ങളാണ് ശരീരാദികൾ എന്നുള്ളത് കൊണ്ട് ചിത് ഭാസ്യത്വം ശരീരാദികളിൽ നിശ്ചിതമാണ്. ലോകത്ത് രണ്ട് വിധ വസ്തുക്കളുള്ളൂ. ഒന്ന് പ്രകാശകനായിരിക്കുന്ന ചൈതന്യവും മറ്റെല്ലാം പ്രകാശങ്ങളായിരിക്കുന്ന ചൈത്യങ്ങളും.
ചിദ്ഭാസ്യത്വ ലക്ഷണ യോഗാത്, ചിദ്ഭാസ്യത്വം ചിത് സംബന്ധം എന്നുള്ള ലക്ഷണം ഉള്ളത് കൊണ്ട് എന്ന് പറയാം. എവിടെയാണോ ചിദ്ഭാസ്യത്വം ഉള്ളത് അത് ജഡമായിരിക്കും. അപ്പോൾ ജഡത്തിന്റെ സ്വരൂപമാണ് ചിദ്ഭാസ്യത്വം. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് ഇതം എന്നേ വിളിക്കാൻ പറ്റത്തുള്ളൂ, അഹം എന്ന് പറയാൻ പറ്റത്തില്ല. രണ്ടുവിധ വസ്തു, എന്റെ ബുദ്ധിക്ക് വിഷയമാവുന്ന ഇത് എന്നുള്ള വസ്തുക്കളും, പിന്നെ വിഷയം എന്ന് പറഞ്ഞാൽ ചേതന വിഷയം എടുക്കാവേ, ചേതനന്റെ വിഷയങ്ങളായിരിക്കുന്ന ഇത് എന്നുള്ള വസ്തുക്കളും, പിന്നെ ചേതനനും രണ്ടുവിധ വസ്തുക്കൾ. അപ്പോൾ ചേതനന്റെ വിഷയമായത് കൊണ്ട് തന്നെ ഈ ശരീരാദികളൊക്കെ ഇതം എന്നുള്ള അർത്ഥത്തിൽ വരത്തുള്ളൂ, അഹം എന്നുള്ള അർത്ഥത്തിൽ വരത്തില്ല. ഇങ്ങനെ ജായമാനോ അഹം പ്രത്യയ, ശരീരാദികളിൽ ഉത്പന്നമാവുന്ന ഈ ഞാൻ എന്നുള്ള പ്രത്യയം, ഞാൻ എന്നുള്ള ജ്ഞാനം, ശരിയല്ലേ? ഒരുപക്ഷെ എന്താ പറയുന്നത്, ശരീര സമാനാധികരണമായിട്ടാണ് അഹംപ്രത്യം ഉണ്ടാവുന്നത്. അപ്പൊ ശരീരത്തിലും അഹംപ്രത്യം അനുഭവപ്പെടുന്നത് മാത്രം. ഇപ്പൊ നൈയായികനെ സംബന്ധിച്ച് സത്ത അല്ലേ, സത്ത സമവായ സംബന്ധത്തില് ദ്രവ്യഗുണ കർമ്മങ്ങളിൽ. സാമാന്യത്തിൽ സത്ത എങ്ങനെ ഇരിക്കും? സാമാനാധികരണ സംബന്ധത്തിൽ. എന്നിട്ടും ജാതിയിൽ നമുക്ക് സത്താബുദ്ധി നടക്കുന്നില്ലേ? ഉണ്ട്. ഇതേപോലെ സമാനാധികരണത്തിലാണ് ഇരിക്കുന്നതെങ്കിലും നമ്മൾക്ക് ദേഹാദികളിൽ അഹംവൃത്യം, ഞാൻ എന്നുള്ള വൃത്യം നടക്കുന്നുണ്ട്. അവിടെയാണ് പറയുന്നത് ഇത് ശരിക്ക് സ്ഫടികത്തിലെ രക്തിമ ബുദ്ധി പോലെ ഭ്രാന്തിയാണ്. ഒരു സ്ഫടികം, അതിനടുത്ത് ഒരു ജപാകുസുമം വെച്ചു. ജപാകുസുമം എന്ന് പറഞ്ഞാല് ജപിച്ചുകൊണ്ടിരിക്കുന്ന കുസുമം അല്ല, ജപാകുസുമം എന്ന് പറഞ്ഞാൽ ചെമ്പരത്തി നേർത്തുള്ളൂ. അപ്പൊ ചെമ്പരത്തിയുടെ രക്തിമ എവിടത്തെ കാണാം? സ്ഫടികത്തിൽ. എന്ന് കരുതിയിട്ട് ആ സ്ഫടികത്തിലെ രക്തിമ വാസ്തവാണോ? അല്ല. അതുകൊണ്ട് ഈ ശരീരത്തിലെ അഹംപ്രത്യവും എന്തുകൊണ്ട് വന്നതാ? ചേതന സംബന്ധം കൊണ്ട് വന്നതാണ്. വാസ്തവത്തിൽ ചേതനന്റെ വിഷയമായിരിക്കുന്ന ശരീരത്തിലെ അഹംപ്രത്യം വാസ്തവമല്ല. ഇനി നമ്മൾ കാരണം പറയാണ്. അതസ്മിൻ തദ്ബുദ്ധീർ വിപര്യ ഇതി തല്ലക്ഷണയോഗ. നിങ്ങളെ ബ്രഹ്മസൂത്രം തുടങ്ങുന്ന നേരം കാണാം. അധ്യാസ്വനാമ അതസ്മിൻ തദ്ബുദ്ധിരിത്യവോചാമ എന്ന് പറയും. അധ്യാസം എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത വസ്തുവിൽ ഉണ്ട് എന്നുള്ള ബുദ്ധി. കയറില്ലാത്ത സർപ്പത്തിൽ, സർപ്പമില്ലാത്ത കയറിൽ സർപ്പം എന്നുള്ള ബുദ്ധി. അതസ്മിൻ, അതല്ല കേട്ടോ, അതസ്മിൻ തദ്ഭിന്നത്തിൽ ന തദിതി അതത്. അതിന്റെ സപ്തമെന്തമാണ്? അതസ്മിൻ തദ്ബുദ്ധി എന്ന് പറഞ്ഞ സർപ്പഭിന്നമായിരിക്കുന്ന കയറിൽ സർപ്പബുദ്ധി പോലെയാണ് ഞാനല്ലാത്ത ശരീരത്തിൽ ഞാൻ എന്നുള്ള ബുദ്ധി. അതായത് ഞാൻ ആരാണ്? അവനാണ് ചേതനൻ. ഇത് ആരാണ് എന്നുള്ളൊരു ചിന്തന ആവശ്യമാണ്. ഞാൻ എന്നുള്ള ബുദ്ധി എവിടെ പോയി നിൽക്കും? ഞാൻ എന്നുള്ളത് ശരീരത്തിൽ ഉണ്ട്, പക്ഷെ അതുപോലും ഔപാധികമായിട്ട് വന്നു ചേർന്നതാണ്. അതായത് ഇവിടെ അധ്യാസ പരമ്പര നടക്കുന്നുണ്ട്. ആദ്യം ചേതനന് മായയായിട്ടുള്ള അധ്യാസം, താതാത്മ്യം. ആ മായാവിശിഷ്ട ചൈതന്യത്തിന് അന്ധകരണമായിട്ടുള്ള താതാത്മ്യം. ആ മായാവിശിഷ്ട അന്ധകരണ വിശിഷ്ട ചൈതന്യത്തിന് ഇന്ദ്രിയങ്ങളായിട്ടുള്ള താതാത്മ്യം. മായാവിശിഷ്ട അന്ധകരണ വിശിഷ്ട ഇന്ദ്രിയ വിശിഷ്ട ചൈതന്യത്തിന് പ്രാണാദികളായിട്ടുള്ള താതാത്മ്യം. മായാവിശിഷ്ട അന്ധകരണ വിശിഷ്ട ഇന്ദ്രിയ വിശിഷ്ട പ്രാണവിശിഷ്ട ചൈതന്യത്തിന് ശരീരമായിട്ടുള്ള താതാത്മ്യം. ഇങ്ങനെ അധ്യാസങ്ങളുടെ പരമ്പര കയറി വരുന്നുണ്ട്. ഇനി നമ്മൾ തുടങ്ങുകയാണ്. ഇനി അങ്ങോട്ടേക്ക് ഇതെവിടെയാണ് അഹംപ്രത്യം സംഭവിക്കുന്നത് എന്ന് ചിന്തിക്കുകയാണ്. അപ്പോൾ പല സ്ഥലത്ത് നമുക്ക് അഹംപ്രത്യം ഉണ്ട്, അതിനൊക്കെ മാറ്റണം. അപി ച അന്ന പരിണാമരൂപത്വാത് ജഠം സ്ഥൂല ശരീരം താവത് അഹംപ്രത്യസ്യന ആലംബനം. അഹം എന്നുള്ള പ്രത്യയത്തിന്റെ ആലംബന ആശ്രയമായിട്ട് സ്ഥൂല ശരീരം വരത്തില്ല. അതെന്തുകൊണ്ടാ? അന്ന പരിണാമരൂപത്വാത്, അന്നത്തിന്റെ പരിണാമമാണ് ഈ ശരീരം. ആണോ? സവ ഏഷ അന്നമയ പുരുഷ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ പുരുഷൻ ശരീര സംബന്ധിയായി ശരീരത്തെ എടുത്തോളണം. ഓക്കെ. അപ്പോൾ ശരീരം അന്നരസമയമായതിനാൽ ആത്മാവാവത്തില്ല. എന്തുകൊണ്ടാ? അന്ന ആത്മാവല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന കാര്യങ്ങളൊന്നും തന്നെ ആത്മാവാവത്തില്ല. അന്ന പരിണാമരൂപത്വാത്, അന്നത്തിന്റെ പരിണാമരൂപമായതിനാൽ ആര്? ജഡം സ്ഥൂലം ശരീരം, ജഡമായിരിക്കും ഈ സ്ഥൂല ശരീരം. താവത് വാക്യാലങ്കാരമാണ്, അഹംപ്രത്യത്തിന്റെ ആലംബനമാവത്തില്ല. തത് അനാലംബനത്വസ്യ മൃത്പിണ്ടാദോ ജഡേ ദൃഷ്ടത്വാത്. അഹംപ്രത്യത്തിന്റെ ആലംബന ഇല്ലായ്മ. അഹംപ്രത്യം ഇപ്പോൾ ഘട എന്നുള്ള പ്രത്യയത്തിന്റെ ആശ്രയതായിരിക്കും
വെള്ളം നിറച്ചു വെക്കാൻ പറ്റുന്ന കമ്പുഗ്രീവാദിമാനായിരിക്കുന്ന ഘട്ടം. ഇതേപോലെ ഏതാണോ അഹംപ്രത്യയത്തിന്റെ ആശ്രയം അതായിരിക്കണം ആത്മാ. പറയാണ് ഈ മൃത്പിണ്ഡാദികളിൽ ഒന്നും തന്നെ നമ്മൾക്ക് അഹം എന്നുള്ള പ്രത്യയമില്ല. അതുകൊണ്ട് അഹംപ്രത്യയത്തിന്റെ ആലംബനം മൃത്പിണ്ഡാദികളായിരിക്കുന്ന ജഡങ്ങളാവാത്തതുപോലെ അത് അന്നമല്ലേ, അന്നകാര്യമല്ലേ? ആണ്. ठीक है. സ്ഥൂലഭൂതങ്ങളെല്ലാം തന്നെ അന്നകാര്യമാണ്. അന്നം എന്ന് പറയാം, പൃഥ്വി എന്നും പറയാം. ठीक है. അതേപോലെ തന്നെ ഈ ശരീരവും അന്നകാര്യമായതിനാൽ അഹംപ്രത്യയത്തിന്റെ ആശ്രയമാവത്തില്ല. അതോ അഹംബുദ്ധി അനാലംബനത്വാത് സ്ഥൂലോ ദേഹോന ആത്മാ. അഹംബുദ്ധി അനാലംബനത്വാത് ന ആലംബനമിതി അനാലംബനം തസ്മാത് അനാലംബനത്വാത്. ഞാൻ എന്നുള്ള ബുദ്ധിക്ക് വിഷയമാവാത്തതിനാൽ സ്ഥൂലദേഹം ആത്മാവല്ല. അല്ല, നിങ്ങളുടെ നിത്യശുദ്ധ ബുദ്ധമുക്തനായിരിക്കുന്ന പരമാത്മാ അഹംബുദ്ധിക്ക് വിഷയമാണോ? നിത്യശുദ്ധ ബുദ്ധമുക്തനായിരിക്കുന്ന പരമാത്മാ അഹംബുദ്ധിക്ക് വിഷയമാണോ? ഇത് ചെറിയൊരു പങ്ക്തിയാണ്. ഇതിന്റെ പങ്ക്തി വേറെ രണ്ടിലാണ്. എന്റെ ചോദ്യത്തിന് ഉത്തരം തരുമ്പോഴേക്ക് ഈ പ്രസംഗത്തിൽ നിന്ന് ദൂരത്ത് പോകുന്നത്. അപ്പൊ ഒന്ന് നിഷേധിച്ച് പടിപടിയായിട്ട് നിഷേധിക്കുകയാണ്. ഏറ്റവും പുറമെ കാണുന്ന ഈ സ്ഥൂല ശരീരം, ഇവിടെ നമ്മൾക്ക് അഹം എന്നുള്ള ബുദ്ധി നടക്കാറുണ്ട്. പക്ഷേ അത് ഭ്രമമാണ്. എന്തുകൊണ്ടാ? ഇത് സ്ഥൂല ശരീരം എന്നുള്ളത് അന്നകാര്യമാണ്. അന്നമോ അന്നകാര്യമോ ആത്മാവല്ല. അതുകൊണ്ട് തന്നെ അഹംബുദ്ധിക്ക് വിഷയമാവാൻ പാടില്ല. അവിടെയാണ് ഞാൻ ചോദിച്ചത്, ശുദ്ധബ്രഹ്മ അഹംബുദ്ധിക്ക് വിഷയമാവോ എന്നുള്ളത്. ബാക്കി എല്ലാവരും നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ അല്ലെ? ആവാം, ആവാതിരിക്കാം, ഇതൊക്കെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ചിലരുടെ ആത്മാ അഹംബുദ്ധിക്ക് വിഷയമാവും, ചിലരുടെ ആത്മാ അഹംബുദ്ധിക്ക് വിഷയമാവൂല. ഈ പ്രസംഗം മൊത്തം ഈ പാരഗ്രാഫ് തീരുമ്പോഴേക്ക് വരും. അതൈവ ഇന്ദ്രിയ പ്രാണ മനോബുദ്ധയ സ്ഥൂല ശരീരവത് അജിദ്രൂപത്വേന അഹംബുദ്ധി അനാലംബനത്വാദിന ആത്മാനഃ. ബഹുവചനമാണ്. അതുകൊണ്ട് തന്നെ, അതായത് ജഡരൂപമായതിനാൽ എപ്രകാരം ശരീരം ആത്മാവല്ലയോ, ഇതേപോലെ ഇന്ദ്രിയം, പ്രാണൻ, മനസ്സ്, ബുദ്ധി ബഹുവചനങ്ങളായ ബുദ്ധയ സ്ഥൂല ശരീരവത് സ്ഥൂല ശരീരത്തെ പോലെ തന്നെ ന ചിദ്രൂപമിതി അജിദ്രൂപം തസ്യ അജിദ്രൂപത്വം തേന അജിദ്രൂപത്വേന. ഇവയെല്ലാം തന്നെ ചിദ്രൂപങ്ങളല്ല എന്നുള്ളതിനാൽ, ചിത്ത് എന്നുള്ളത് ചേതനൻ, ചേതന സ്വരൂപങ്ങളല്ല എന്നുള്ളതിനാൽ അഹംബുദ്ധി ആലംബനത്വാദിന ആത്മാനഃ. ചേതനൻ മാത്രമാണ് അഹംബുദ്ധിക്ക് ആലംബനമാവുന്നത്. ഇവരൊന്നും തന്നെ അഹംബുദ്ധിക്ക്, ഞാനെന്നുള്ള ബുദ്ധിക്ക് ആശ്രയമാവാത്തതിനാൽ ആത്മാക്കളല്ല. അപ്പൊ ചോദ്യം ഉന്നയിക്കാൻ പൂർവക്ഷി, നനു ഇന്ദ്രിയാദീനാം ചിത് ഭാസ്യത്വാത് അസ്തു അഹം ബുദ്ധി അവിഷയത്വം ബുദ്ധിസ്തു ചിദ്രൂപായവ. ഇന്ദ്രിയാദികളെല്ലാം തന്നെ ചിത്തനാൽ ഭാസ്യങ്ങളായതിനാൽ, ചേതനാൽ പ്രകാശങ്ങളായതിനാൽ അഹംബുദ്ധിക്ക് വിഷയങ്ങളല്ലാതിരിക്കട്ടെ, സമ്മതിച്ചു. എന്നിരുന്നാലും ബുദ്ധിസ്തു ചിദ്രൂപായവ, അതായത് ബൗദ്ധ സിദ്ധാന്തത്തിനനുസരിച്ച് ബുദ്ധി ആരാണ്? ആത്മാവാണ്. കാരണം ബുദ്ധിയും ചേതനനും തമ്മിലുള്ള സംബന്ധം കൊണ്ട് ബുദ്ധിയില് അഹംപ്രത്യം വരുന്നു എന്നുള്ളതിനാൽ ബുദ്ധിയെ ചേതനനായിട്ട് കണക്കാക്കുന്നുണ്ട് ബൗദ്ധര്. ബൗദ്ധൻ തന്നെ ബൗദ്ധ സിദ്ധാന്തത്തിൽ പോലും വിജ്ഞാന ആത്മാവാദികൾ വിജ്ഞാനത്തെ ആത്മാ എന്ന് കണക്കാക്കുന്നുണ്ട്. ബുദ്ധി ആത്മാ എന്ന് കണക്കാക്കും. ശരിക്കത് ബുദ്ധി വൃത്തിയാണ് ആത്മാ എന്ന് കണക്കാക്കുന്നത്. പറയാണ് ബുദ്ധിസ്തു ചിദ്രൂപൈവ തസ്മാത് തദ് അനാലംബനത്വം അയുക്തമിതി ചേത്. അതുകൊണ്ട് തന്നെ ബുദ്ധി ചിദ്രൂപമായതിനാൽ അഹംപ്രത്യ അനാലംബനത്വം അയുക്തം. എവിടെ? ബുദ്ധിയിൽ എന്ന് പറഞ്ഞാൽ അഹംപ്രത്യ വിഷയത്വം, അവിഷയത്വം അയുക്തം എന്ന് പറയുന്ന അർത്ഥം വിഷയത്വം യുക്തം എന്ന് പറഞ്ഞാൽ അഹംബുദ്ധിയുടെ വിഷയത്വം എവിടെ വരും? ബുദ്ധിയിൽ വരണം. കാരണം ബുദ്ധിയാണ് ചിദ്രൂപം അല്ലേ? ഇത് ചേത് സിദ്ധാന്തി പറയാണ് ഇന്ന അത് ശരിയല്ല. തസ്യാഹ ഉത്പത്തി വിനാശ ധർമ്മവത്വാത് ഘടാധിപത് അജിദ്രൂപത്വേന അഹംപ്രത്യ അനാസ്പദത്വം യുക്തമേവ. തസ്യാഹ ബുദ്ധേഹേ ബുദ്ധിക്കും ഉത്പത്തി വിനാശ ധർമ്മവത്വാത് ബുദ്ധിയിലും ഉത്പത്തി വിനാശം എന്നുള്ള ധർമ്മം കാണുന്നത് കൊണ്ട് ഇവിടെ വൃത്തിജ്ഞാനമാണ്, അതിന് ഉത്പത്തി നാശം ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഘടാദികളെ പോലെ അചിദ്രൂപമാണ്, ചിദ്രൂപമല്ല. കാരണം ചിത്ത് നിത്യമാണ്, അജിത്ത് അനിത്യമാണ്. ഉത്പത്തി ധർമ്മം അചിത്തിലേ ഉണ്ടാകത്തുള്ളൂ. ബുദ്ധിയും ഉത്പത്തി വിനാശ ധർമ്മത്തോട് കൂടിയതായതിനാൽ അജിദ്രൂപമാണ്, ചിദ്രൂപമല്ല. അതുകൊണ്ട് തന്നെ അഹംപ്രത്യ വിഷയത്വം ബുദ്ധിയിൽ വരത്തില്ല. അപ്പോൾ ആരുടെ മതം ഖണ്ഡിതമായി? ബൗദ്ധമതം ഖണ്ഡിതമായി. ഹിന്ദുക്കൾക്ക് അങ്ങനത്തെ ഒരു ഗുണമുണ്ടല്ലോ, ആരാണോ കയറി വരുന്നത് അതൊക്കെ എടുത്തിട്ട് അപ്പനാലെ തൻ്റെതാക്കി മാറ്റിക്കളയും.
വേറെ ഒരുത്തനെ വിട്ടുകൊടുക്കുന്ന പ്രശ്നവുമില്ല. ബുദ്ധൻ ഇങ്ങ് പോരട്ടെ എന്ന് പറഞ്ഞു. 10 11 ഏതെങ്കിലും അവതാരങ്ങളിൽ പെടട്ടെ. പക്ഷെ അത് മാത്രല്ല കേട്ടോ, ഞാൻ അങ്ങനെയുള്ള സന്യാസിമാരെയും കണ്ടിട്ടുണ്ട്. ഒരു കക്ഷി പറയാണ്, സംഭവം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഉപാസന പദ്ധതികളൊക്കെ ബുദ്ധൻ്റെത് കണ്ടു പഠിക്കണം. അപ്പം പറയുന്ന കക്ഷിക്ക് ഉപാസനയാണ് മുഖ്യം എന്ന് പറഞ്ഞാല് അങ്ങനെ അടുത്തിന് വേദാന്തം പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല. ആർക്കാണോ വേദാന്ത പദ്ധതി ഉപാസനയാണെന്ന് തോന്നുന്നത് അവന് വേദാന്തം എന്താണെന്ന് അറിയത്തില്ല. ഒന്ന്. രണ്ടാമത്തത്, ബുദ്ധന്റെ ശാസ്ത്രം അറിയാത്തത് കൊണ്ടാണ് ബുദ്ധനെ മുച്ചോട് പിടിക്കും. ബുദ്ധന്റെ ഒരു സാധനം ഇവിടെ വേദാന്തികൾ മാനിക്കത്തില്ല. ഒരു രസത്തിന് അങ്ങനെ കഴുത്ത് വെട്ടി ഷോക്കേസിൽ വെക്കാമെന്നല്ലാതെ വേറൊരു കാര്യമില്ല ഇതിന്. സസ്യാഹ ഉത്പത്തിനാണ്. ഇനി അടുത്തത് നോക്കിയോ. നനു അഹങ്കാരസ്യ അഹംബുദ്ധ്യാലംബനത്വേന ആത്മത്വമസ്തു വിധിച്ച് പൂർവക്ഷിയാണ്. അഹങ്കാരത്തിന് അഹംബുദ്ധി ആലംബനത്വം, അഹംബുദ്ധി വിഷയത്വം അഹങ്കാരത്തില് ചിത്തം, അഹങ്കാരം, ബുദ്ധി, മനസ്സ് ഇങ്ങനെ മാറ്റിയിട്ട് പറയാണ്. ബുദ്ധിക്ക് പോട്ടെ, അഹം എന്ന് അഹങ്കാരം ഉണ്ടല്ലോ, അഹം എന്നുള്ള ബുദ്ധി വിഷയമാണ് പറയുന്നത്. ഇവിടെ ഈ അഹങ്കാരത്തില് അഹംബുദ്ധി വിഷയത്തോട് ഇരിക്കുന്നത് കൊണ്ട് ശരിയാണ്, ചേതനനും അന്ധകരണവും കൂടെ നിൽക്കുമ്പോഴാണ് നമ്മൾക്ക് അഹംബുദ്ധി ഉണ്ടാവുന്നത്. അപ്പൊ പൂർവക്ഷി പറയുന്നത് അഹംബുദ്ധി ആശ്രയത്വം അഹങ്കാരമാണ്. ആയതിനാൽ ആ അഹങ്കാരം ചിദ്രൂപമാണ്, ആത്മാവാണ്. ഇതിച്ചേ സിദ്ധാന്തി പറയാം നടക്കൂല. എന്നാ തസ്യാപി സത്വപരിണാമരൂപ അന്ധകരണ കാര്യതയാ ചിത് ഭാസ്യത്വേന ജഡത്വാത് ഘടാധിപത് അഹം പ്രത്യ അനാലംബനതയാ നാത്മത്വം. തസ്യാപി തസ്യ കസ്യാഹ അഹങ്കാരസ്യാപി തസ്യ അപി അഹങ്കാരസ്യാപി സത്വപരിണാമരൂപ അന്ധകരണ കാര്യതയാ, സത്വത്തിന്റെ പരിണാമമാണിത്. നിങ്ങൾക്ക് യോഗസൂത്രത്തിലൊക്കെ കാണാം അല്ലേ? എന്താ പറയാ? ബുദ്ധിസത്വം എന്ന് പറയും. ബുദ്ധിസത്വം എന്ന് പറയുന്ന അർത്ഥം ബുദ്ധിരൂപേണ പരിണതം സത്വം ബുദ്ധിസത്വം. അപ്പോൾ ഈ അഹങ്കാരം എന്താണ്? സത്വപരിണാമമാകുന്നു. ഇവിടെ ഇപ്പോൾ ചെറിയൊരു ഭേദം ചെയ്തത്, നമ്മൾ സാമാന്യമായിട്ട് ഒരന്ധകരണത്തെ ചിത്തം, അഹങ്കാരം, മനഃ, ബുദ്ധി എന്ന് മാറ്റും. പക്ഷെ ഇവര് പറയുന്നത് അന്ധകരണ രൂപ പരിണാമം എന്നല്ല, അന്ധകരണ കാര്യതയാ എന്ന് ചെയ്തു കളഞ്ഞു. അപ്പൊ ഒരു അന്ധകരണം അതിന്റെ കാര്യരൂപത്തിലാക്കി ആരെ? ബുദ്ധിയെയും അഹങ്കാരത്തെയും. അതുകൊണ്ടാണ് അഹങ്കാരം അന്ധകരണത്തിന്റെ കാര്യമാണെന്ന്. പ്രശ്നമൊന്നുമില്ല അങ്ങനെ അഭിപ്രായപ്പെട്ടാൽ. പക്ഷെ ഒരു കാര്യം, അത് സത്വത്തിന്റെ പരിണാമമാണ്. സത്വ പരിണാമരൂപ അന്ധകരണം, സത്വത്തിന്റെ പരിണാമമാണ് അന്ധകരണം. ആ അന്ധകരണത്തിന്റെ കാര്യമാണ് ആര്? അഹങ്കാരം. കാര്യതയാ, അതുകൊണ്ട് എന്ത് പറ്റി? കാര്യമായതിനാൽ ചിദ്ഭാസ്യമായി പോകും. ചിദ്ഭാസ്യത്വേന ജഡത്വ, ചിദ്ഭാസ്യമായതിനാൽ ജഡമായി മാറി. ഏതുപോലെ? ഘടവത്, ഘടം പോലെ. അഹം പ്രത്യ അനാലംബനതയാണ് ആത്മത്വം. ഘട്ടത്തിൽ എപ്രകാരം അഹം പ്രത്യ അനാലംബനത്വം ഇരിക്കുമോ ആയതിനാൽ ആത്മാവല്ലയോ, ഇതേപോലെ ചിദ്ഭാസ്യമാണ് അഹങ്കാരം എന്നുള്ളതിനാൽ അഹം പ്രത്യ ആലംബനത്തിന് ഇരിക്കാത്തതിനാൽ അതും ആത്മാവാവത്തില്ല. അഭിജ അഹങ്കാര സ്ഥാവത് ആത്മാനഭവതി. മാത്രല്ല അഹങ്കാരം ആത്മാവാവത്തില്ല. അതെന്തുകൊണ്ടാ? അഹം സുഖി അഹം ദുഃഖീതി സർവപ്രത്യയ രൂപേണ വിവർത്തമാനതയ വികാരിത്വാത് ശരീരവത്. ശരീരം വികാരമല്ലേ? വികാരിത്വാത്. ശരീരം വികാരിയല്ലേ? ആണ്. വികാരമല്ലേ? നല്ല വികാരം നേരിട്ടത് കൊണ്ട് വികാരി. ഇതേപോലെ തന്നെ അന്ധകരണത്തിനും വികാരം നേരിടുന്നുണ്ട്. അതാണ് അഹങ്കാരത്തിനും വികാരം നേരിടുന്നുണ്ട്. അതെങ്ങനെയാ? അഹം സുഖി. ഇവിടെ അഹമാരാ? അഹങ്കാരം. ഞാൻ സുഖിയാകുന്നു. അഹം ദുഃഖി. ഈ പ്രത്യയം ഉണ്ടല്ലോ, സർവപ്രത്യയ രൂപേണ വിവർത്തമാനതയ. സകല പ്രത്യയ രൂപത്തിൽ വിവർത്തനം നേരിടുന്ന ഏത് വസ്തു ഏതാണോ അതാണ് വിവർത്തമാനം. ആർക്കാ വിവർത്തനം നേരിടുന്നത്? അഹങ്കാരത്തിന്. അതുകൊണ്ട് വികാരം നേരിടുന്നു. വികാരം നേരിടുന്നത് കൊണ്ട് അവൻ ആരായി? വികാരിയായി. ശരിക്കേ? ശരീരത്തിന് വളർച്ച, പരിണാമം നടക്കുന്നില്ലേ? അതാണ് അതിന്റെ വികാരം. അതുകൊണ്ട് ശരീരം വികാരിയായി. ഇതേപോലെ തന്നെ അഹങ്കാരവും വികാരിയായതിനാൽ ആത്മാവാകത്തില്ല. കാരണം ആത്മാവിന് ഒരു വികാരവും നേരിടത്തില്ല. ബാക്കിയൊക്കെ നിങ്ങൾ കഴിഞ്ഞിട്ടുള്ളൂ. കിഞ്ച, അത്രയും മാത്രമല്ല, ദദ്യാകാര പരിണാമിനഃ ക്ഷീരാദേർ അനിത്യത്വം ലോകപ്രസിദ്ധം. ദദ്യാകാര പരിണാമിനഃ ക്ഷീരാദേ. ദദ്യയുടെ തൈരിന്റെ ആകാരത്തിൽ പരിണമിക്കുന്നതാണ് ആര്? പാല്. അതുകൊണ്ട് തന്നെ പാല് അനിത്യമാണെന്നുള്ളത് ലോകത്ത് പ്രസിദ്ധമാണ്. തദ്വത്, അതേപോലെ സർവപ്രത്യാത്മന പരിണമമാന്യസ്യ അഹങ്കാരസ്യ, സകല വൃത്തിജ്ഞാന രൂപത്തിലും പരിണമിക്കുന്ന അഹങ്കാരത്തിന് തഥാവിധം അചേതനത്വം കേന നിവാരയിതും ശക്യതേ. അപ്രകാരത്തില് ഇരിക്കുന്ന അചേതനത്വം, അതായത് എല്ലാ
അന്ധക്കരണ വൃത്തിരൂപത്തിലും പരിണമിക്കുന്നത് അഹങ്കാരമായതിനാൽ എന്ന് പറഞ്ഞ അന്ധക്കരണാവച്ചന ചൈതന്യത്തിലെ ആ ഉപാധിയായിരിക്കുന്ന അന്ധക്കരണമാണ്. അതിനെ നമ്മൾ ഇവിടെ ഇപ്പോൾ അഹങ്കാരം എന്ന് പറഞ്ഞു. ഓക്കെ, അന്ധക്കരണവും ചേതനവും കൂടിയിരിക്കുമ്പോഴാണ് ശരിക്കും അഹങ്കാരം മറ്റു പല സ്ഥലത്തും പറയാം. ഇത് അന്ധക്കരണത്തിന്റെ പരിണാമമാണ് എന്നാണ് ഇപ്പോൾ ടീക്കാകാരൻ എഴുതി വെച്ചത്. കാരണം അന്ധക്കരണത്തിനെ 4 ഭാഗമാക്കി കഴിഞ്ഞാൽ ഒന്ന് അഹങ്കാരമാണ്. അതിനെ അന്ധക്കരണത്തിന്റെ കാര്യമാക്കിയെടുത്തു. ഈ ഒരു അഹങ്കാരമാണ് സകല വൃത്തിയാകാരത്തിലും പരിണമിക്കുന്നത് എന്നുള്ളതിനാൽ പരിണമിച്ചു കഴിഞ്ഞാൽ അചേതനമായി കഴിഞ്ഞ് ഈ ഒരു അചേതനത്വത്തെ ആർക്കാണ് നിവാരണം നടത്താൻ പറ്റുക എന്ന് പറഞ്ഞാൽ ആർക്കും കൊണ്ടും പറ്റത്തില്ല. അത് അഹങ്കാരം പരിണാമം നേരിടുന്ന വസ്തുവായതിനാൽ അചേതനം തന്നെയാണ്. ആർക്കും ഇനി അതിനെ പിടിച്ചിട്ട് ചേതനാക്കാൻ പറ്റത്തില്ല. തസ്മാത് അതുകൊണ്ട് എന്ത് പറ്റി? ദേഹേന്ദ്രിയാദീനാം ചിത് ഭാസ്യത്വേന ദേഹേന്ദ്രിയ മനാദികളൊക്കെ തന്നെ ചിത്ത് ചൈതന്യത്താൽ ഭാസ്യമായതിനാൽ ഘടാധിപത് ഘടാദികളെ പോലെ പരാഗർത്തത്വാത് ഘടം ചേതനായിരിക്കുന്ന ജീവന് വേണ്ടിയിട്ടുള്ളതാണ്. പരാഗ് പ്രയോജനത്തോടു കൂടിയതാണ്. ആയതിനാൽ പ്രത്യഗ്ഭൂത സാക്ഷി. ഇനി ആരാണ് സാക്ഷി? പ്രത്യക് സ്വരൂപനാണ് സാക്ഷി. അവനാരാ? ചിന്മാത്ര രൂപ ഏവ ആത്മാ അഹം വൃത്യസ്യ വിഷയ. ചിന്മാത്ര സ്വരൂപനായിരിക്കുന്ന ആത്മാവാകുന്നു അഹം വൃത്യത്തിന്റെ വിഷയം. ന അജിത് രൂപം ജഡം ദേഹേന്ദ്രിയാദികം. ചിദ്രൂപങ്ങളല്ലാത്ത ജഡമായിരിക്കുന്ന ദേഹേന്ദ്രിയാദികൾ ഒന്നും തന്നെ അഹംവൃത്യ വിഷയമായിരിക്കുന്ന ആത്മാവല്ല. ഇവിടെയാണ് നിങ്ങളെ പഴയ ക്വസ്റ്റ്യൻ പിന്നെ വരുന്നത്. ആത്മാ അഹംവൃത്യത്തിന് വിഷയമാകുമോ ഇല്ലയോ? എന്നാൽ യതി അടുത്ത ചോദ്യം വരികയാണ്. ഈ പ്രസംഗം ഞാൻ നിങ്ങളോട് ചോദിച്ചല്ലേ ഏത് അഹംവൃത്യത്തിന് വിഷയമാവുന്നത് എങ്ങനെയാണ് ആത്മാ എന്നുള്ളത്. ഇവിടെ പ്രശ്നവും പരിവട്ടവും കുറെ ഉണ്ട് കേട്ടോ. അഹംവൃത്യത്തിന് വിഷയം എങ്ങനെയാണ് ആത്മാവാകും? ആത്മാവ് സകലത്തിന്റെ പ്രകാശകൻ, അവനെങ്ങനെ പ്രകാശ്യമായി മാറും? ഇതാണ് ചോദ്യം. എന്നാൽ യതി ചിന്മാത്ര സ്വരൂപ ആത്മാ അഹം ബുദ്ധി വിഷയ. ചോദ്യം പൂർവപക്ഷി ഉന്നയിക്കുകയാണ്. ചിന്മാത്ര സ്വരൂപനായിരിക്കുന്ന ആത്മാ എന്ന് പറയാൻ കേവല ചൈതന്യ സ്വരൂപനായിരിക്കുന്ന ആത്മാ അഹം എന്നുള്ള ബുദ്ധിയുടെ വിഷയമാണെങ്കിൽ തർഹി യതിക്ക് തർഹി എന്ന് വരും. അങ്ങനെയാണെങ്കിൽ തസ്യ സ്വപ്രകാശത്വ ഭംഗ ഇതി ചേത്. അങ്ങനെയാണെങ്കിൽ അവനിലെ സ്വപ്രകാശത്വം നഷ്ടപ്പെടുമല്ലോ. എന്ത് പറ്റി? വിഷയത്വം വന്നു കയറിയാൽ സ്വയം പ്രകാശൻ എങ്ങനെയാവും? സ്വയം പ്രകാശൻ വിഷയമാവത്തില്ലല്ലോ. ഇതാണ് ചോദ്യം. മനസ്സിലായോ? നേഷദോഷ എന്ത് ചോദിച്ചാലും പറയും ഒരു ദോഷമില്ല എന്ന് പറയും. പിന്നെ എങ്ങനെ ദോഷമില്ലാത്തത്? ഉത്തരം തരാം. സർവാന്തരസ്യ പ്രത്യേകാത്മനോ അഹം പ്രത്യ വിഷയത്വേ സത്യപ്പി അസോ സ്വയം പ്രകാശമാന ഏവ ഭവതി. രണ്ടു കൂടി ചേർത്തിട്ട് ഒറ്റടിയാണ്. സർവാന്തരസ്യ സകലത്തിന്റെ അന്തരാത്മാവ്. ഇതെന്തുകൊണ്ടാണ്? ഇവിടുത്തെ പ്രസംഗമാണ്. തസ്മാത് വാ ഏതസ്മാത് അന്നമയാത്. അന്നമയത്തേക്കാൾ നിഗൂഢനായിട്ട് ആരിടിക്കും? പ്രാണമയ. ഏതസ്മാത് പ്രാണമയാത് സർവാന്തരാത്മാ കഹ? മനോമയ. അന്നമയ, പ്രാണമയ, മനോമയ, വിജ്ഞാനമയ, ആനന്ദമയ. ഇങ്ങനെ 5 എണ്ണം പോയി. ഇതിൽ ആരാ ആത്മാ? ഇതിൽ ആരും ആത്മാവല്ല. പക്ഷേ നിങ്ങൾക്ക് ബ്രഹ്മസൂത്രത്തിൽ ഇനി ടീക്കയിൽ വന്നു കഴിഞ്ഞാൽ ഈ ആനന്ദമയൻ ജീവനാണെന്ന് പറയും. പ്രശ്നമൊന്നുമില്ല. ആ ജീവന്റെ സ്വരൂപം എന്താണ്? ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠം. ഉച്ച രൂപത്തിൽ, അതായത് ആധാര രൂപത്തിൽ പ്രതിഷ്ഠിതനായിരിക്കുന്ന ആത്മാവാണ് ശരിക്കും ആത്മാ. അവന്റെ പ്രതിബിംബം നേരിട്ടത് കൊണ്ട് അന്ധകരണത്തിൽ നമ്മൾക്ക് ആത്മബുദ്ധി ഉണ്ടാവുന്നു. അതാണ് ജീവൻ. ടീക്കേ. അതുകൊണ്ട് തന്നെ ഈ 5 കോശങ്ങളും എന്തല്ല? ആത്മാവല്ല. ചിലർ പറയും ആനന്ദമയൻ ആത്മാവല്ലേ? എന്ത് പറ്റി? തന്റെ പേരിൽ ആനന്ദമയൻ ഉണ്ടായിപ്പോയി. എന്ത് ചെയ്യാന്? ഏതെങ്കിലും ഒരു ആനന്ദമയൻ അവൻ വിചാരിക്കും താനാണ് ആത്മാ. അല്ലടോ ഉണ്ണി. ടീക്കേ. ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ എന്നുള്ള സ്ഥലത്തേക്ക് മാറിയാലേ ആത്മാവിന് കിട്ടത്തുള്ളൂ. സർവാന്തരനായിരിക്കുന്ന പ്രത്യേകാത്മാ അഹം പ്രത്യ വിഷയമാകും. സർവാന്തരനായിരിക്കുന്ന പ്രത്യേകാത്മാ അഹം പ്രത്യ വിഷയമായിട്ടില്ലെങ്കിൽ എന്താ തകരാറ്? അഹം എന്നുള്ള ബോധം ഉണ്ടാവില്ല. അഹം എന്നുള്ള ബോധമൊക്കെ ഉണ്ടാവും. സർവാന്തരനായിരിക്കുന്ന ആത്മാ അറിഞ്ഞിട്ടാണോ ഇപ്പോൾ നമ്മൾക്ക് അഹം എന്നുള്ള ബോധമുള്ളത്? സർവാന്തരനായിരിക്കുന്ന ആത്മാ അധിഷ്ഠാന ബ്രഹ്മസ്വരൂപൻ. അതിനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ അജ്ഞാനം നഷ്ടപ്പെടത്തില്ല. അത്രയേ ഉള്ളൂ. ടീക്കേ. സർവാന്തരസ്യ പ്രത്യേകാത്മനോ അഹം പ്രത്യ വിഷയത്വേ സത്യപി. അങ്ങനെയാണെങ്കിലും, അതായത് അവൻ വൃത്തിവ്യാപ്തി മാനിച്ചുകൊണ്ട് കേവല ബ്രഹ്മം വിഷയമാവുന്നുണ്ടെങ്കിലും അപ്പോൾ അവന്റെ സ്വയം പ്രകാശത്തിന് ഒരു തകരാറ് സംഭവിക്കത്തില്ല. സത്യത്തിൽ അവൻ സ്വയം പ്രകാശനാണോ? ആണ് പോലും. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ചേതനൻ നിന്ന നിപ്പിൽ തന്നെ പ്രകാശിപ്പിക്കുകയോ? ഇല്ല. പിന്നെ സ്വയം പ്രകാശത്തിന്റെ അർത്ഥം എന്താ? അന്യപ്രകാശത്തെ ആശ്രയിക്കാതെ മറ്റു വസ്തുക്കളെ പ്രകാശിപ്പിച്ചുകൊണ്ട് ആരാണോ പ്രകാശിച്ചിരിക്കുന്നത് അവനാണ് സ്വയം പ്രകാശൻ. ഇതര പ്രകാശമാനപേക്ഷ്യ സ്വയം പ്രകാശമാനസ്ഥൻ
ഇതര വസ്തൂനി യ പ്രകാശയത്തെ സ സ്വയം പ്രകാശ. അത്രയേ ഉള്ളൂ ഇതിന്റെ അർത്ഥം. അപ്പോൾ പോലും കേവലം നിത്യശുദ്ധ ബുദ്ധമുക്തനായിരിക്കുന്ന ചൈതന്യം അങ്ങനെ പ്രകാശിക്കത്തില്ല. സാക്ഷി രൂപത്തിൽ ഇരിക്കുമ്പോൾ മാത്രമേ അവൻ അങ്ങനെ പ്രകാശിക്കത്തുള്ളൂ. എന്നിട്ടും സാക്ഷിയുടെ ഉപാധിയെ മാറ്റിക്കൊണ്ട് കേവലനെ മനസ്സിലാക്കിപ്പിക്കാനുള്ള പ്രക്രിയയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് അവൻ സ്വയം പ്രകാശിക്കുന്നു എന്നുള്ളത്. അല്ലാതെ കൈവല്യ സ്ഥലത്ത് അവൻ അവനെ തന്നെ പ്രകാശിപ്പിച്ചിട്ടിരിക്കത്തില്ല. ഇതാണ് വാസ്തവം എന്നിരിക്കെ സ്വയം പ്രകാശത പോലും അങ്ങനെ പറയാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾക്ക് ആ കേവലനെ മനസ്സിലാക്കിപ്പിക്കാൻ വേറൊരു വഴിയില്ല എന്നുള്ളതിനാൽ സ്വയം പ്രകാശനാണ് അവൻ എന്ന് പറയുന്നത് മാത്രം. ഓക്കെ, അതാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും സ്വയം പ്രകാശമാനേവ ഭവതി, അവൻ അപ്പോഴും സ്വയം പ്രകാശം തന്നെയാണ്. അവൻ വൃത്തിവ്യാപ്തിയെ മാനിച്ചുകൊണ്ട് വൃത്തിയുടെ വിഷയമാവുമ്പോൾ പോലും, എന്ന് പറഞ്ഞാൽ ഫലവ്യാപ്തി ഇല്ല എന്നുള്ളതിനാൽ അവനില് എന്തില്ല, വിഷയത്വമില്ല. അതാണ് വാസ്തവം. അതുകൊണ്ട് അവൻ സ്വയം പ്രകാശമാനമായിട്ടിരിക്കും. ബുദ്ധിവൃത്തി വിഷയത്വം സ്വപ്രകാശത്വം പരസ്പര വിരുദ്ധമെതിച്ച്, ബുദ്ധിവൃത്തിയുടെ വിഷയത്വവും സ്വയം പ്രകാശവും ആവുക എന്ന് പറഞ്ഞാൽ ശരിയാവുന്ന പരിപാടിയല്ലല്ലോ. സ്വയം പ്രകാശനാണെങ്കിൽ അവൻ വിഷയമാവത്തില്ല, വിഷയമാവുകയാണെങ്കിൽ സ്വയം പ്രകാശനാവത്തില്ല. കാരണം രണ്ടുവിധ വസ്തുക്കളിൽ ഒന്ന് വിഷയമാവുന്ന ജഡങ്ങളും ഒന്ന് വിഷയമാവാത്ത ചേതനനുമാണ്. ആ ചേതനൻ പോലും വിഷയമായി കഴിഞ്ഞാൽ അവനെ വിഷയീകരിക്കാനുള്ള ചേതനൻ വേറൊരാൾ വേണം. ആ രണ്ടാമത്തെ ചേതനൻ വിഷയമായി കഴിഞ്ഞാൽ അവനെ പ്രകാശിപ്പിക്കാൻ വേറെ വേണം. ഇങ്ങനെ അനവസ്ഥ ദോഷം നേരിടുന്നതിനാൽ സാക്ഷിയുടെ അടുത്തെത്തിയിട്ട് നമ്മൾ പിന്നെ പിറകോട്ടേക്ക് വിഷയത്വം മാനിക്കാതെ അവൻ സ്വയം പ്രകാശനാണെന്ന് പറയും. സ്വയം പ്രകാശാത്മ സാക്ഷിയാണ്. എന്നിട്ടോ ആ സാക്ഷി സ്വരൂപനിൽ നിന്ന് അവന്റെ ഉപാധിയെ മാറ്റിക്കൊണ്ട് കേവലനെ മനസ്സിലാക്കണം. ഇതാണ് പ്രക്രിയ. നനു ബുദ്ധി വൃത്തി വിഷയത്വം സ്വപ്രകാശത്വ പരസ്പര വിരുദ്ധമാണല്ലോ പറയണ്ട. എന്തോഷ, ഇതും ഒരു ദോഷമല്ല പോലും. എന്തുകൊണ്ടാ? പ്രത്യേകാത്മന സത്യബുദ്ധി ബുദ്ധി വൃത്തി വ്യാപ്യത്വേ, പ്രത്യേകാത്മന സത്യബുദ്ധി വ്യാപ്യത്വേ. പ്രത്യേകാത്മാ നിത്യശുദ്ധ ബുദ്ധിമുക്ത സ്വരൂപനായിരിക്കുന്ന ആത്മാ ബുദ്ധിവൃത്തിയുടെ വിഷയമാണെങ്കിൽ പോലും, ബുദ്ധിവൃത്തി വ്യാപ്യത്വം എന്നപോലെ വൃത്തി വ്യാപ്യത്വം ഉണ്ടെങ്കിൽ പോലും, അന്നപ്പം എന്ത് പറ്റും? വൃത്തി വ്യാപ്യത്വം വന്നാല് ഘട കുട്ടിയാദിവത് സ്ഫുരണം തദധികം. ഘടത്തില് പ്രകാശം നേരിടുമ്പോൾ ഘടവും പ്രകാശവും ഉണ്ടാവും. അതേപോലെ കുട്ടി എന്നുദ്ദേശിച്ചത് ഭിത്തി. ഭിത്തിയാദികളിൽ പ്രകാശം നേരിട്ട് കഴിഞ്ഞാല് പ്രകാശയുക്തനായിരിക്കുന്ന ഭിത്തി ഭാസിക്കും. ഘടത്തിൽ പ്രകാശം നേരിട്ട് കഴിഞ്ഞാൽ കേവല പ്രകാശമല്ല, പ്രകാശയുക്ത ഘടം ഭാസിക്കും. ഇതേപോലെ ഒരു സ്ഫുരണം അധികം ഉണ്ടാവുന്നു മാത്രം. എവിടെ? ചേതനനെ ജ്ഞാനി തിരിച്ചറിയുമ്പോൾ അവിടെ ചേതനനുണ്ടാവും, ചേതനന്റെ പ്രകാശം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ചേതനായിരിക്കുന്ന പ്രകാശവും ചേതനന്റെ പ്രകാശവും ചേരുന്നത് കൊണ്ടാണ് സ്ഫുരണം അധികം എന്ന് പറഞ്ഞു കളഞ്ഞത്. കിന്തു മാത്രമല്ല സ്വച്ഛാം ബുദ്ധിവൃത്തി അനുപ്രാപ്യ, സ്വച്ഛമായിരിക്കുന്ന ബുദ്ധിവൃത്തിയെ പ്രാപിച്ചും കൊണ്ട് ആര്? ചേതനൻ ബുദ്ധിയെ പ്രകാശിപ്പിച്ചും കൊണ്ട് ബുദ്ധിയുടെ വിഷയങ്ങളെയും പ്രകാശിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ബുദ്ധിവൃത്തിയെ പ്രാപിച്ചും കൊണ്ട് തസ്യാഹ വൃത്തേർ ഭാസക സാക്ഷി ചിദ്രൂപേണ, ആ ബുദ്ധിയുടെ വൃത്തിയെ പ്രകാശിപ്പിക്കുന്ന സാക്ഷി സ്വരൂപനായിരിക്കുന്ന ചിദ്രൂപനായിക്കൊണ്ട് അയം വ്യവസ്ഥിത സൻ രൂപേണ അയം വ്യവസ്ഥിത സൻ സ്വയമേവ പ്രകാശത്തെ. അതായത് അവൻ സ്വയം പ്രകാശനായിട്ടിരുന്നും കൊണ്ട് ബുദ്ധിയെ പ്രകാശിപ്പിച്ചിട്ട് ബുദ്ധിവൃത്തികളെയും പ്രകാശിപ്പിച്ചും കൊണ്ട് സാക്ഷി രൂപത്തിലും അവൻ സ്വയം പ്രകാശ രൂപത്തിലും ഇരിക്കും. അതായത് സാക്ഷിയായിട്ടിരിക്കുന്ന സമയത്ത് അവൻ സ്വയം പ്രകാശനാണ്. അപ്പോഴാണ് അവൻ ബുദ്ധിവൃത്തികളെ പ്രകാശിപ്പിക്കുന്നത്. നോക്കിക്കോ, സ്വച്ഛാം ബുദ്ധിവൃത്തി അനുപ്രാപ്യ, സ്വച്ഛമായിരിക്കുന്ന ബുദ്ധിവൃത്തിയെ പ്രാപിച്ചും കൊണ്ട് തസ്യഹ വൃത്തയെ ഭാസക, ആ ബുദ്ധിവൃത്തികളുടെ ഭാസകനായിരിക്കുന്ന സാക്ഷി ചിദ്രൂപേണ, സാക്ഷിയായിരിക്കും ചിദ്രൂപത്തിൽ. മനസ്സിലായോ? കേവല ചിദ്രൂപത്തിൽ അവൻ വിഷയവും, സാക്ഷിയായിരിക്കുന്ന ചിദ്രൂപത്തിൽ അവൻ സ്വയം പ്രകാശനുമാണ്. അവസ്ഥിത സൻ സ്വയമേവ പ്രകാശത, അവൻ സ്വയമായിട്ട് പ്രകാശിച്ചിരിക്കും. ഇത് വലിയൊരു പ്രസംഗമാണ്. കാരണം സാക്ഷി രൂപത്തിലാണ് സ്വയം പ്രകാശൻ. സാക്ഷിയുടെ ഉപാധിയായിരിക്കുന്ന അവിദ്യ മാറ്റി വെച്ചു കഴിഞ്ഞാൽ അവൻ നിത്യശുദ്ധനാണ്, അവൻ പ്രകാശകനല്ല. അവൻ ബുദ്ധിവൃത്തിക്ക് വിഷയമാവുന്നുണ്ട്. ബ്രഹ്മാകാര വൃത്തി സ്ഥലത്ത് ജ്ഞാനിയെ സംബന്ധിച്ച് അവരുടെ വൃത്തി വ്യാപ്തി മാനിക്കുമ്പോൾ കേവലൻ വൃത്തി വിഷയമാവും. നനു അഹമർത്ഥസ്യ ചിതാത്മാ സ്വയം പ്രകാശമാനശ്ചേത്, അഹമർത്ഥമായിരിക്കും ചിതാത്മാ. അഹം വാസ്തവത്തിൽ ചിതാത്മാവാണല്ലോ, അത് ശരിക്കും കേവലനുമല്ല, പക്ഷെ കേവലനാണ് താനും. ഓക്കെ, അങ്ങനെ ഇരിക്കെ പ്രകാശമാനശ്ചേത്, അവൻ പ്രകാശ സ്വരൂപനാണെങ്കിൽ അഹം വൃത്തിസ്തർഹി കിമർത്ഥ, അതായത് അഹമർത്ഥ ചിതാത്മാ സ്വയം പ്രകാശാണ്. അഹമർത്ഥമായിരിക്കുന്ന ചൈതന്യം സ്വയം പ്രകാശ സ്വരൂപനാണെങ്കിൽ പിന്നെ എന്തിനാണ് അഹംവൃത്തി എന്നുള്ള കേവല ബ്രഹ്മാകാര വൃത്തിയുടെ ആവശ്യം എന്താ? ബ്രഹ്മാകാര വൃത്തി ഇല്ലാതെ തന്നെ അവൻ പ്രകാശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തിനാണ് ഇപ്പോൾ ശാസ്ത്രത്തിൽ നിന്ന്
ബ്രഹ്മാകാര വൃത്തിയുടെ ആവശ്യം വരുന്നത്? ഇത് ഷോർട്ട് കട്ട് അടിച്ചു കഴിഞ്ഞു. അഹം വൃത്തി തർഹി കിമർത്താണ്. അഹം വൃത്തി കിമർത്താന്ന് ഉദ്ദേശിച്ചത് കേവലം ബ്രഹ്മാകാര വൃത്തി പിന്നെ എന്ത് കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ചോദ്യം. ഉത്തരം കിട്ടാൻ വേണ്ടി മനസ്സിലാക്കുള്ളൂ ചോദ്യത്തിന് ഇത്രയാണ് ആകാരം എന്നുള്ളത്. ഇതിച്ച് ഉത്തരം പറയാണ്, ആത്മസ്വരൂപ ആവരണഭൂത അജ്ഞാന നിവൃത്തി അർത്ഥേതി ഭ്രൂമ. ആത്മസ്വരൂപത്തെ ആവരണം നടത്തുന്ന അജ്ഞാനമുണ്ട്. ആ അജ്ഞാനത്തിന്റെ നിവൃത്തിക്കായിട്ട് ബ്രഹ്മാകാര വൃത്തിയുടെ ആവശ്യമുണ്ട്. എന്ന് പറഞ്ഞാല് സ്വരൂപത്തിൽ അവൻ പ്രകാശ സ്വരൂപനാണെങ്കിലും അവിടെയും മാനിച്ചു കൊള്ളണം. സാക്ഷി സ്വരൂപത്തിൽ ഇരിക്കുമ്പോൾ മാത്രമാണ് അവൻ പ്രകാശകൻ. നിത്യശുദ്ധ ബുദ്ധിമുക്ത അവസ്ഥയിൽ ഒരു പ്രകാശകനുമല്ല. അവന് മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ട് സാക്ഷി സ്വരൂപത്തെ എടുത്ത് സംസാരിക്കുമ്പോഴാണ് സ്വയംപ്രകാശം എന്ന് പറയുന്നത്. ഇപ്രകാരം സ്വയംപ്രകാശനായിരിക്കുന്ന ആത്മാ ജ്ഞാനിയെ സംബന്ധിച്ച് അന്ധക്കരണത്തിന്റെ വിഷയമായി മാറുന്നുണ്ട്. ആ വിഷയത്വം വരുമ്പോൾ മാത്രമാണ് അതിനുണ്ടായിരുന്ന ആവരണത്തിന്റെ നാശം വരത്തുള്ളൂ. അതുകൊണ്ട് ആ ആവരണ നാശത്തിനായിട്ട് നമ്മൾക്ക് അഹമാകാര വൃത്തി, ഇത് ജീവൻ ഉണ്ടായിരിക്കുന്ന, അതായത് സാമാന്യ ജീവൻ ഉണ്ടായിരിക്കുന്ന സാക്ഷിയുടെ പ്രകാശമായിരിക്കുന്ന അഹം വൃത്തിയല്ല, മറിച്ച് ബ്രഹ്മാകാര വൃത്തി. ആ വൃത്തി വന്നെങ്കിൽ മാത്രമേ ചേതനിലിരിക്കുന്ന ആവരണം നഷ്ടപ്പെടത്തുള്ളൂ. ആ ചേതനൻ സ്വയം പ്രകാശമാനമായിട്ടിരുന്നിട്ട് പോലും, എന്ന് പറഞ്ഞാൽ സ്വയം പ്രകാശമാനമായിട്ടിരിക്കുന്ന സമയത്ത് എപ്രകാരം ആവൃതനായിരിക്കുന്ന സൂര്യൻ, മേഘാവൃതനായിരിക്കുന്ന സൂര്യൻ പ്രകാശിക്കുമ്പോഴും സൂര്യപ്രകാശം നടക്കുന്നുവോ, ഇതേപോലെ സാക്ഷി പ്രകാശം നടക്കുമ്പോൾ സാക്ഷി ആവൃതനാണ്. ആ സാക്ഷിയുടെ ആവരണമായിരിക്കുന്ന അവധി നഷ്ടപ്പെടുത്തണമെങ്കിൽ ആവരണരഹിതനായിരിക്കുന്ന ആത്മാവിന്റെ അന്ധക്കരണ വൃത്തി ഉണ്ടായിരിക്കണം. ഇതാണ് സിദ്ധാന്തം. തഥാച ഉക്തം. ഇതിനെക്കുറിച്ച് മറ്റു സ്ഥലത്ത് പറഞ്ഞൊരു ശ്ലോകം എടുത്ത് പറയാണ്, ബ്രഹ്മൺ അജ്ഞാന നാശായ വൃത്തിർവ്യാപ്തിരപേക്ഷിത സ്വയം സ്ഫുരണ രൂപത്വാത് നാഭാസ ഉപയുജ്യതേ. ബ്രഹ്മത്തിലെ അജ്ഞാനനാശത്തിനായിട്ട് വൃത്തിവ്യാപ്തി ഞങ്ങൾ മാനിക്കുന്നുണ്ട്. വൃത്തിവ്യാപ്തി ഉണ്ടെങ്കിൽ, വൃത്തിവ്യാപ്തി എന്ന് ഉദ്ദേശം എന്താണ്? ആർക്കും പറയാൻ പറ്റുമോ? വൃത്തിവ്യാപ്തിക്കും ബ്രഹ്മത്തിലെ അജ്ഞാനനാശത്തിനായിട്ടാണ് വൃത്തിവ്യാപ്തി മാനിക്കുന്നത്. സ്വയം സ്ഫുരണ രൂപമായതിനാൽ, സ്വയം സ്ഫുരണ രൂപത്വാത് ആഭാസ ഉപയോഗിച്ചത്, ആഭാസത്തിന്റെ ഉപയോഗം ഇല്ല. അവൻ അതായത് വൃത്തിയിൽ പ്രതിഫല ചൈതന്യത്തിന്റെ ഉപയോഗവും ഇല്ല കേവല ചൈതന്യത്തിന്, കാരണം അവൻ സ്വയം സ്ഫുരണ സ്വരൂപനാണ്. പിന്നെയോ അവന്റെ അജ്ഞാനം മാറിക്കിട്ടണമെങ്കിൽ മാത്രമേ വൃത്തിയുടെ ആവശ്യം വരുന്നുള്ളൂ. താദൃശ വൃത്തിയാല് ആ ചൈതന്യത്തിന്റെ ആവരണം നഷ്ടപ്പെടണം എന്നർത്ഥം. ഇത് നിങ്ങളുടെ ഇന്നലത്തെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇത് ഇന്നത്തെ ക്ലാസ് നമ്മൾക്ക് ശ്ലോകം കണ്ടു. 4ാമത്തെ ശ്ലോകം. യാതിര്യന്നരദേവതാഭിരഹമി ത്യന്തസ്ഫുടാ ഗൃഹ്യത്തെ യദ്ഭാസ ഹൃദയാക്ഷദേഹ വിഷയാ ഭാന്തി സ്വതോ ചേതനാഃ താംബാസ്യൈ പിഹിതാർക്കമണ്ഡനനിഭാം സ്ഫൂർത്തിം സദാ ഭാവയൻ യോഗീ നിർവൃതമാനസോ ഹി ഗുരുരി തേഷാമനീഷാ മമ. യാ ഏതെന്നാണോ, യാ കാ സ്ഫൂർത്തി, 3ാം പങ്ക്തിയുടെ അവസാനം സ്ഫൂർത്തിം സദാഭാവയൻ എന്നുള്ള സ്ഥലത്തെ സ്ഫൂർത്തി എടുത്തോളുക യാ ശബ്ദത്താൽ, സ്ത്രീലിംഗമല്ലേ. യാ സ്ഫൂർത്തി. ആ സ്ഫൂർത്തി ഉദ്ദേശിച്ചാരാ? സ്വയം പ്രകാശാത്മാ. ഇതെവിടെയായിരിക്കുന്നത്? തിര്യക്ക്. തിര്യക്ക് എന്ന് ഉദ്ദേശിച്ചത് നട്ടല് വിലങ്ങനെ ഇരിക്കുന്ന ജീവികളാണ് തിര്യക്കുകൾ. മൃഗങ്ങളും പക്ഷികളൊക്കെ തന്നെ നമ്മൾക്ക് തിര്യക് യോനികൾ എന്ന് പറയും. അന്നപ്പോൾ പാപം കൂടുതലുള്ള തിര്യക് ശരീരത്തിലായിരിക്കട്ടെ, പുണ്യവും പാപവും സാമാന്യമായിട്ട് സമാനമായിരിക്കുന്ന നരനിലായിരിക്കട്ടെ, മനുഷ്യരിലായിരിക്കട്ടെ, പുണ്യം കൂടിയ ശരീരമായിരിക്കുന്ന ദേവതകൾക്കായിരിക്കട്ടെ, തിര്യക്ക് നര ദേവതാഭിഹി, ദേവതകളാൽ അവരുടെ ഓരോരോ ശരീരത്തിലൂടെയും അവർ എന്ത് അഭിമാനിക്കുന്നുണ്ട്? അഹം അഹം എന്ന്, ഞാൻ എന്ന് അഭിമാനിക്കുന്നുണ്ട്. ഈ ഞാനാരാ? ചേതന സ്വരൂപനായിരിക്കുന്ന സ്ഫൂർത്തിയാകുന്നു. യാ സ്ഫൂർത്തി ദേവത തിര്യക്ക് നരാധിപി അന്തഃ സ്ഫുടാഗൃഹ്യതേ. സ്വന്തം ശരീരത്തിന്റെ ഉള്ളിൽ അന്ധക്കരണത്തിലെന്നോ അല്ലെങ്കിൽ സർവാന്തരനായിക്കൊണ്ട് എന്നോ സ്ഫുടമായിട്ട് ഗ്രഹിക്കപ്പെടുന്നുണ്ട്. അതായത് മറ്റു വസ്തുക്കളുടെ ഗ്രഹണത്തിനായിട്ട് പ്രമാണം ആവശ്യമാണ്. ഗ്രാഹകനായിരിക്കുന്ന സാക്ഷിയുടെ ഗ്രഹണത്തിനായിട്ട് ഒരു പ്രമാണത്തിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് അവൻ സ്ഫുടമായിട്ട് ഗ്രഹിക്കപ്പെടുന്നു. ഇത് വലിയ വിവാദ സ്ഥല. ടീക്കയിലൊക്കെ പോകുന്ന നേരം ഗ്രഹിക്കപ്പെടുകയാണോ അവൻ, അല്ല പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണോ എന്നുള്ളതാണ്.
രണ്ടിലേക്കും വഴിമാറ്റി വിടാം. അതായത് ഒരു സാക്ഷി സ്വരൂപൻ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ശബ്ദത്തിലൂടെ അറിയാൻ പറ്റില്ലേ? പറ്റും. ഈ സാക്ഷിയെ ശബ്ദത്തിലൂടെ പറഞ്ഞു കൊടുക്കുന്നില്ല എങ്കിലും സാക്ഷി നിന്ന് പ്രകാശിക്കുന്നില്ലേ? ഉണ്ട്. അതുകൊണ്ടാണ് ഈ സാക്ഷിസ്ഥലം എന്നും ജമാലയാണെന്ന് പറയുന്നത്. വലിയ പരിപാടിയാണ് ഈ സാക്ഷിയെ മനസ്സിലാക്കാൻ. സാക്ഷി മക്കളെ സാക്ഷി പിടിക്കും എന്ന് പറഞ്ഞാല് പിള്ളേരെ പഠിപ്പിക്കുന്ന പോലെ സാക്ഷി പിടിക്കും മക്കളെ. കാരണം പല ഗുരുക്കന്മാരും പറയും സാക്ഷിയുടെ രൂപത്തിലിരിക്കുക. ഇത് കേൾക്കുമ്പോഴേക്ക് ആൾക്കാർ എന്താ വിചാരിക്കുന്നത്? ഞങ്ങളൊന്നും ചെയ്യാതെ ഈ വിഷയങ്ങൾ മറ്റുള്ളവന്റെ തെറ്റുകുറ്റങ്ങൾ കാണാൻ വേണ്ടി മാറിയിരിക്കുന്ന ഞാനുണ്ടല്ലോ, അവനാണ് സാക്ഷി. അതെന്താടും താൻ മാറിയിരിക്കുന്നവരും മറ്റുള്ളവരും തന്നെ മാറിയിരുന്ന് കാണുന്നില്ലേ? അത് നമ്മൾ മാനിക്കത്തില്ല. ഞാനാണ് സാക്ഷി, കാരണം എൻ്റെ ഗുരു പറഞ്ഞിട്ടുണ്ട് ഞാനാണ് സാക്ഷി. ഇത്രയൊക്കെ ഉള്ളൂ സാക്ഷിയുടെ കാര്യത്തിൽ ബോധം. ഇവിടെ പറയാണ് അന്തഃ സ്ഫുടാഗൃഹ്യതേ, അന്ധകരണത്തിൽ സ്ഫുടമായിട്ട് പ്രകാശിക്കുന്നു. പക്ഷെ ടീക്കയിൽ ഒന്നും ഇങ്ങനെയല്ല കൊണ്ടുപോയത്, ഗ്രഹിക്കപ്പെടുന്നു എന്നുള്ള അർത്ഥത്തിലാണ് കൊണ്ടുപോയത്. യത് ഭാസ, യാതൊരു ചേതനന്റെ ഭാനത്താൽ ഹൃദയ അക്ഷ ദേഹ വിഷയാഹ അചേതന സ്വഭാവാഹ സതോ അചേതനാഹ ഭാന്തി തസ്യ ഭാസ സർവം ഇതം വിഭാതി. അവന്റെ പ്രകാശത്തിലാണ് ഈ സകല വസ്തുക്കളും പ്രകാശിക്കുന്നത് എന്ന് കടത്തിലുണ്ട്. ഇത് തന്നെയാണ് പറയുന്നത്. ഹൃദയം, ഹൃദയത്തിലിരിക്കുന്ന മനസ്സിനെ എടുത്തുകൊള്ളുക. അക്ഷം, ശബ്ദം കൊണ്ട് അതായത് കണ്ണിനെ കൊണ്ട് ബാക്കിയെല്ലാ ഇന്ദ്രിയത്തെ എടുത്തുകൊള്ളുക. ഓക്കെ, സകല ഇന്ദ്രിയങ്ങളുടെയും പ്രകാശകനായിരിക്കുന്ന മനസ്സ്. വിഷയപ്രകാശം നടക്കുന്ന സമയത്ത് ഇന്ദ്രിയങ്ങളിലൂടെ വിഷയപ്രകാശം നടക്കുമ്പോൾ ആ സകല ഇന്ദ്രിയങ്ങളായിട്ട് സംബന്ധിച്ചിരിക്കുന്ന ഒരു മനസ്സാണ് വിഷയപ്രകാശകനായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ആദ്യം ഹൃദയം എന്നുള്ളത് കൊണ്ട് മനസ്സായി, അതും അചേതനമാണ്. ആ ഹൃദയ സംബന്ധി എന്നൊരു മനസംബന്ധിയായിരിക്കുന്ന അക്ഷം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങള്. ഈ ഇന്ദ്രിയങ്ങൾ ഇരിക്കുന്ന ഈ ശരീരം, ദേഹം. ഇനി ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും വിഷയീകരിക്കപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള പുറത്തിരിക്കുന്നതോ അകത്തിരിക്കുന്നതുമായിരിക്കുന്ന വിഷയങ്ങള്, ഇവയെല്ലാം തന്നെ സ്വതോ അചേതനാഹ, സ്വരൂപത്തിൽ ഇവയെല്ലാം തന്നെ അചേതനങ്ങളാവുന്നു. എന്നിട്ടും യത് ഭാസ ഭാന്തി, യാതൊരു പ്രകാശത്താലാണോ പ്രകാശിക്കുന്നത്, അതായത് ചേതനായിരിക്കുന്ന ഒരു പ്രകാശത്താൽ അചേതനങ്ങളായിരിക്കുന്ന വസ്തുക്കളെല്ലാം പ്രകാശിക്കും. അവിടെ തന്നെ രണ്ടുവിധ പ്രകാശങ്ങളുണ്ട്. ഒന്ന് ജഡപ്രകാശം, രണ്ടാമത്തത് ചേതനപ്രകാശം. ജഡപ്രകാശം പോലും ചേതനാൽ പ്രകാശിപ്പിക്കപ്പെടുന്നത് കൊണ്ട് കേവലം ആത്മസ്വരൂപനായിരിക്കുന്ന ചേതനൻ മാത്രമാണ് സകല വസ്തുക്കളുടെയും പ്രകാശകൻ. ഓക്കെ, അവന്റെ പ്രകാശത്തെ ഉൾക്കൊണ്ട് മാത്രമാണ് ജഡപ്രകാശത്തിന് പോലും പ്രകാശം വരുന്നത്. അത് ജഡം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഘടം പോലെ ജഡപ്രകാശത്തെയും ജഡമായിട്ട് കണക്കാക്കത്തുള്ളൂ. അതായത് ഘടാദികളെ പ്രകാശിപ്പിക്കുന്ന ജഡപ്രകാശം പോലും ഘടാദികളെ പോലെ ജഡമാണ്. ഇവ രണ്ടിനെയും പ്രകാശിപ്പിക്കുന്നതാണ് ചേതന സ്വരൂപനായിരിക്കുന്ന പ്രകാശം. ആയതിനാൽ ആ ചേതനാൽ പ്രകാശങ്ങൾ മാത്രമായിരിക്കും സ്വതോ അചേതനങ്ങളായിരിക്കുന്ന മനസ്സും ദേഹവും ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും. എന്തുപറ്റി? സകലത്തിനെയും പ്രകാശിപ്പിക്കുന്ന ഒരു പ്രകാശകനുണ്ട്. ആ പ്രകാശകനാണ് തിര്യക്കുകളുടെയും നരന്റെയും ദേവതകളുടെയും എല്ലാം ഉള്ളിലിരുന്ന് പ്രകാശിക്കുന്നത്. ഇവനെ നമ്മൾക്ക് ശാസ്ത്രത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റുമോ? പറ്റും. അങ്ങനെയാണെങ്കിൽ അന്തഃസ്ഫുടാഗൃഹ്യത എന്നുള്ളതിന് മറ്റൊരു അന്യം കൂടി നടത്തും. അതായത് ഇവിടെ ദേവതിര്യകാദികളിൽ പ്രകാശിക്കുന്നവനെ ജീവനെ സംബന്ധിച്ച് ആ പ്രകാശം മനസ്സിലാക്കപ്പെടുമ്പോൾ അവിടെ ജീവന് എല്ലാ ശരീരങ്ങളിലൂടെയും ഇരിക്കുന്നേ കൂട്ടസഞ്ചാഭിമാവിദ്ധി സർവക്ഷേത്രേഷു, ക്ഷേത്രജ്ഞം ചാഭിമാവിദ്ധി സർവക്ഷേത്രേഷു, അവിടെ അവൻ സകല ക്ഷേത്രങ്ങളിലും കൂടി ഇരിക്കുന്ന ചേതനായിട്ട് ജ്ഞാനിയെ സംബന്ധിച്ച് സ്ഫുടമായിട്ട് പ്രകാശിക്കുന്നുണ്ട്. ഈ രീതിയിൽ ഇതിന്റെ അന്യം നടത്താം. ഇവിടെ ഗൃഹ്യത എന്ന് പറഞ്ഞാൽ ഗ്രഹിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ജ്ഞാനിയെ സംബന്ധിച്ച് താനായിരിക്കുന്ന ചേതനൻ എവിടെയുള്ളത്? എല്ലാ ജീവനിലും. എല്ലാ ജീവനിലും. ഏത് ആക്കിയത്? എല്ലാ ജീവന്മാര് ാണ് ഈ പങ്ക്തി അന്വയിക്കേണ്ടത്. തിര്യക്കു നര ദേവതാദികളിലൂടെ ഏകനായിരിക്കുന്ന ഞാനായിരിക്കുന്ന ആത്മാവാണെന്ന് മനസ്സിലാക്കുമ്പോൾ എന്ത് പറ്റും? ആ സംവിത്ത്, ആ സ്ഫൂർത്തി ജ്ഞാനിയെ സംബന്ധിച്ച് സ്ഫുടാഗൃഹ്യത അവിടെ ശരിക്കും ഗ്രഹിക്കപ്പെടുന്നു.
മറ്റേത് ഗൃഹ്യത എന്ന് പറഞ്ഞാൽ സ്വയം പ്രകാശത എന്ന് അർത്ഥം എടുക്കുമ്പോഴാണ് കൂടുതൽ സ്പഷ്ടമാവത്തുള്ളൂ. കാരണം സാക്ഷി രണ്ട് വിധത്തിൽ പെരുമാറുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സകലത്തിനെയും പ്രകാശിപ്പിച്ചും കൊണ്ട് പ്രകാശകനായിട്ടിരിക്കുന്ന സമയത്ത് അവൻ സാക്ഷി പ്രകാശ വസ്തുവാകത്തില്ല, അവൻ പ്രകാശ സ്വരൂപനായിട്ടിരിക്കുകയാണ്. അവനെ ശബ്ദത്തിലൂടെ തിരിച്ചറിയുന്ന സമയത്ത് പ്രമാതാവിന് സാക്ഷി ഒരാളുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പോലും സാക്ഷി ആ വൃത്തിയെയും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ അവൻ വിഷയമാകത്തില്ല എന്നും പ്രസംഗമുണ്ട്. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ എന്നുള്ളതിനാൽ വിഷയത്വം മാനിക്കാം. ഒന്ന്, അത് അജ്ഞാനിയുടെ കാര്യത്തിൽ പോലും ഉണ്ട്. ജ്ഞാനിയുടെ കാര്യത്തിൽ സ്വയം പ്രകാശനായിരുന്നു കൊണ്ട് ജ്ഞാനിക്ക് വൃത്തിയുടെ വിഷയമായിട്ട് മാറുന്നുണ്ട്. താം താം കാം സ്ഫൂർത്തിം ഭാസ്യഹി. ഭാസ്യങ്ങളാണ് ആര്? ഹൃദയ അക്ഷ ദേഹ വിഷയങ്ങൾ. ഈ ഹൃദയ അക്ഷ ദേശ വിഷയേഹി ഭാസ്യേഹി. അതെന്തുകൊണ്ടാ? അതായത് ആദ്യം ദൃഷ്ടാന്തം നോക്കാം. പിഹിത അർക്കമണ്ഡന നിഭാം. നിഭ എന്ന് പറഞ്ഞാൽ സദൃശം എന്നർത്ഥം. പിഹിത എന്ന് പറഞ്ഞാൽ ആച്ഛാദിതം. ആച്ഛാദിതനായിരിക്കുന്ന അർക്കമണ്ഡലത്തിന് സമാനമായിട്ട്, അർക്കൻ സൂര്യൻ, അതായത് മേഘത്താൽ ആവൃതനായിരിക്കുന്ന സൂര്യമണ്ഡലത്തിന് സദൃശമായിക്കൊണ്ട് സാക്ഷി എന്നുള്ളത് ആവൃതനാണ്. ആണോ? പക്ഷെ സാക്ഷിക്ക് ആവരണമില്ല. ഈ പങ്ക്തി മനസ്സിലാകുന്നുണ്ടോ? ഇതിന് ദൃഷ്ടാന്തം പറഞ്ഞേ. സാക്ഷി ആവൃതനാണ്, സാക്ഷിക്ക് ആവരണമില്ല. ഇതിന് ദൃഷ്ടാന്തം പറഞ്ഞേ. മേഘാവൃതമായതുകൊണ്ട് സൂര്യപ്രകാശം കാണാൻ പറ്റുന്നില്ല. മേഘാവൃതമായതുകൊണ്ട് സൂര്യപ്രകാശം കാണാൻ പറ്റുന്നുണ്ടെന്നാണോ കാണാൻ പറ്റുന്നില്ലെന്നാണോ? പറ്റുന്നില്ല. പ്രകാശമുണ്ട്. പ്രകാശമുണ്ട് താനോ? അതുകൊണ്ട് അതുപോലെയാണ് ഇവിടെയും പറയുന്നത്. അതുകൊണ്ട് ബാക്കി പറയണം, എങ്കിലേ മനസ്സിലായെന്ന് മനസ്സിലാവും. സൂര്യൻ പ്രകാശിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. മേഘത്താൽ സൂര്യൻ ആവൃതനായിട്ടിരിക്കുമ്പോൾ മേഘാവൃതനായിരിക്കുന്ന സൂര്യന് വേറൊരു ആവരണം അവിടെ ഇല്ല. മേഘത്താലേ ആവൃതമായിട്ടുള്ളൂ. മേഘാവൃതൻ ഇനി ആവരണമില്ല. മേഘാവൃതൻ ആവൃതനല്ല. മേഘാവൃതൻ ആവൃതനല്ല എന്നുള്ള പങ്ക്തി ശരിയാണോ? മേഘാവൃതൻ മേഘത്താൽ ആവൃതനല്ലേ? പങ്ക്തിക്ക്, അതായത് സംസ്കൃത പങ്ക്തി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിവിടാം. മേഘനാവൃത മേഘാവൃത. മേഘാവൃതൻ ആവൃതനാണോ? അപ്പൊ നിങ്ങൾ വിചാരിക്കും മേഘത്താൽ ആവൃതമല്ലേ? മേഘത്താൽ ആവൃതമായത് മേഘാവൃതനല്ല, അനാവൃതനാണ് ആവൃതമായത്. കേവലൻ മേഘത്താൽ ആവൃതമായതാണ്. മേഘാവൃതന് ഇനി ആവരണം നേരിട്ടാലേ മേഘാവൃതൻ ആവൃതമാകത്തുള്ളൂ. മനസ്സിലായോ? മേഘാവൃതന് ആവരണമാണെന്ത്? നിങ്ങളുടെ വീട്ടിലെ മേൽക്കൂര. മനസ്സിലായോ? വെളിയിൽ വന്നിട്ട് സൂര്യനെ കാണുന്ന സമയത്ത് മേഘത്താൽ ആവൃതനാണ്, പക്ഷെ അപ്പോൾ പോലും അവന് വേറെ ആവരണം ഇല്ലാത്തതിനാൽ മേഘാവൃതൻ ആവൃതനല്ല. ഇതേപോലെ സാക്ഷി എന്ന് പറഞ്ഞാൽ തന്നെ അവിദ്യയാൽ ആവൃതനായിരിക്കുന്ന ചൈതന്യമാണ്. അവിദ്യാവൃത ചൈതന്യമായിരിക്കുന്ന സാക്ഷിക്ക് പിന്നെ ഒരു ആവരണമില്ല. അതുകൊണ്ട് സാക്ഷി നിരന്തരമായിട്ട് പ്രകാശിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ പിഹിതമായിരിക്കുന്ന അർക്കം മണ്ഡലത്തിന് സമാനമായിട്ട്, അപ്പോൾ മേഘത്താൽ ആച്ഛാദ്യനായിരിക്കുന്ന അർക്കമണ്ഡലം, ആ അർക്കമണ്ഡലം മേഘത്തെ പ്രകാശിപ്പിക്കത്തില്ലേ? അപ്പൊ മേഘം എവിടെ? ഭാസ്യമല്ലേ? ഭാസ്യമായിരിക്കുന്ന മേഘത്താൽ സൂര്യൻ ആവൃതനായിരിക്കുന്നത് പോലെ ഭാസ്യമായിരിക്കുന്ന ഹൃദയത്താലും, ഹൃദയം ഉദ്ദേശിക്കുന്ന മനസ്സിനാലും, അക്ഷത്താലും, നിറേന്ദ്രിയങ്ങളാലും, വിഷയങ്ങളാലും ആരാച്ഛാദിതനായി? ആത്മാച്ഛാദിതനായി പോയി. പ്രകാശ്യങ്ങളാൽ ആച്ഛാദിതനാണ് സൂര്യൻ, അല്ലേ? പ്രകാശമായിരിക്കുന്ന മേഘത്താൽ സൂര്യൻ ആച്ഛാദിതനായി പോയി. ഇതേപോലെ ചേതനാൽ പ്രകാശ്യങ്ങളായിരിക്കുന്ന ഹൃദയാക്ഷ വിഷയങ്ങളാൽ ആവൃതനായി പോയി സാക്ഷി ആണ്. ആ ഭാനമാണ് നമ്മൾക്ക് ഇപ്പോൾ നടക്കുന്നത്. അതായത് ശരീരത്തിലെ അഹംബുദ്ധി. അപ്പൊ ശരീരത്താൽ ആച്ഛാദിതനായിരിക്കുന്ന ചേതനൻ പ്രകാശിക്കുന്ന സമയമാണത്. കേവല ചൈതന്യ പ്രകാശമല്ല. അന്ധക്കരണത്തിലെ അഹംബുദ്ധി അന്ധക്കരണത്താൽ പരിച്ഛിന്നമായിക്കൊണ്ട് അന്ധക്കരണത്താൽ ആച്ഛാദിതനായതിനാൽ താദൃശ ചൈതന്യത്തിന്റെ പ്രകാശമാണ് നടക്കുന്നത്, അല്ലാണ്ട് കേവലൻ്റെതല്ല. അപ്പോൾ ആച്ഛാദിതനായിക്കൊണ്ട് ചൈതന്യ പ്രകാശം നടക്കുന്നു. ഭാസ്യങ്ങളായിരിക്കുന്ന വസ്തുക്കളാൽ ആച്ഛാദിതനായിക്കൊണ്ട് ചൈതന്യത്തിന്റെ പ്രകാശം നടക്കുന്നുണ്ട്. ഭാസ്യേഹി അക്ഷഹൃദയാദിഭിഹി പിഹിത അർക്കമണ്ഡല നിഭാം. പിഹിതമായിരിക്കുന്ന ആച്ഛാദിതമായിരിക്കുന്ന ആദിത്യ മണ്ഡലത്തിന് സമാനമായിട്ട് ഹൃദയാക്ഷ വിഷയങ്ങളാൽ
ഹൃദയാക്ഷ വിഷയങ്ങളായിരിക്കുന്ന ഭാസ്യങ്ങളാൽ പ്രകാശങ്ങളാൽ ആച്ഛാദിതനായിക്കൊണ്ട് ആരിയ്ക്കുന്നു? യാതൊരു സ്ഫൂർത്തി ചൈതന്യം ഇരിക്കുന്നുവോ താം സ്ഫൂർത്തിയും സദാഭാവയൻ. അങ്ങനെ ഇരിക്കുന്ന ചൈതന്യത്തെ സദാഭാവന നടത്തിക്കൊണ്ട് ഇവിടെ ബാക്കി ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു. ഇവിടെ വല്ലാത്തൊരു ചതിയാ ചെയ്തത്. ഇതാണ് വേദാന്തത്തിന്റെ ഒരു പ്രശ്നം. മെയിൻ പാർട്ട് കട്ടടിച്ചു കളഞ്ഞു. നിങ്ങൾ ഈ സാക്ഷിയെ ഞാനെന്ന് വിചാരിച്ചിരുന്നത് കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടാൻ പോകില്ല, ആരും രക്ഷപ്പെടത്തില്ല. കാരണം സാക്ഷി ആരാ? ഭാസ്യങ്ങളാൽ ആച്ഛാദിതനാണ്. ആച്ഛാദിതനായതുകൊണ്ട് തന്നെ അവന്റെ ജ്ഞാനം വാസ്തവജ്ഞാനമാകത്തില്ല. ഇനി എന്ത് ചെയ്യണം? ഇവയെല്ലാം ഭാസ്യങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് കേവല ചൈതന്യത്തെ മനസ്സിലാക്കണം. അതാണ് ശരിക്കും ഇവിടെ സദാഭാവന എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. നിത്യശുദ്ധ ബുദ്ധമുക്തനായി സാക്ഷിയല്ല, സാക്ഷിയുടെ ഉപാധിയെ മാറ്റി വെച്ചും കൊണ്ട്. പക്ഷെ ഇവിടെ എന്തുകൊണ്ടാണ് പറയാതിരുന്നത്? നിങ്ങൾ ഈ ട്രഡീഷണൽ കേട്ട് മാത്രം മനസ്സിലാക്കിയാൽ മതി എന്നൊരു നിശ്ചയം ആചാര്യന്മാർക്കുണ്ട്. അതുകൊണ്ടാണ് സാധനം മുന്നോട്ട് അവർ പൊളിച്ചെഴുതാത്തത്. എന്നാൽ ക്ലിയർ കട്ട് അല്ലേ അവരുടെ ഐഡിയ? ക്ലിയർ കട്ടാ. കാരണം എന്താ ക്ലിയർ കട്ടാന്ന് പറയാൻ കാരണം? ഭാസ്യങ്ങൾ അല്ലാത്തതിനാൽ ഭാസകൻ ആച്ഛാദിതനായിട്ടിരിക്കുമ്പോൾ പോലും നിങ്ങൾക്ക് കേവലം മനസ്സിലാക്കാൻ പറ്റുമോ അവിടെ? കാരണം കേവലന്റെ ഭാസ്യ വസ്തുക്കൾ മാത്രമാണ് ആച്ഛാദകങ്ങളായിട്ടിരുന്നത്. ആച്ഛാദിതനായിരിക്കുന്ന ചേതനന് മാത്രമേ വാസ്തവമാകത്തുള്ളൂ. അവനെ ഭാവന നടത്തിക്കൊണ്ട് സദാഭാവയൻ എന്ത് പറ്റും? അവന് ഭാവന നടത്തി കഴിഞ്ഞാൽ അപരോക്ഷ ബ്രഹ്മാകാര വൃത്തി ഉണ്ടാവും. ആ സമയത്ത് ആനന്ദസ്വരൂപ ആത്മാവിന്റെ അനുഭവം ഉണ്ടായില്ലേ? ഉണ്ടായി. അതാണ് നിർവൃതമാനഹ സഹ. നിർവൃതം എന്ന് പറഞ്ഞാല് ഇതിന്റെ ടീക്ക 2ാം ടീക്കയിലാണ് നല്ലത്. ഏവം നിർവൃതമാനസഹ 534 പേജില് അവസാനിക്കുന്നതിന്റെ ഒരു പങ്ക്തി മുന്നേ മോക്ഷ സുഖ യുക്ത മാനസോ, മോക്ഷത്തിലെ സുഖം ഉണ്ടല്ലോ, തദ്യുക്ത മാനസനായിക്കൊണ്ട്. ഇനി നിങ്ങൾ ശ്ലോകം തന്നെ നോക്കിയോ. നിർവൃത്ത മാനസോ ആരാ? യോഗി. ഇവിടെ യോഗം എന്ന് ഉദ്ദേശിച്ചത് ബ്രഹ്മാകാര വൃത്തിയുള്ളവനാണ് യോഗി. ബ്രഹ്മാകാര വൃത്തിയാണ് യോഗ, അതുള്ളവൻ യോഗി. അപ്പോൾ അവനെന്തുണ്ട്? ആനന്ദാകാര വൃത്തിയുണ്ട്. കാരണം ബ്രഹ്മസ്വരൂപ ആനന്ദത്തെ അനുഭവിച്ചു കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന മനസ്സോടുകൂടി അവനാണ് ഗുരു എന്ന് എന്റെ അഭിപ്രായം. യേശാം മനീഷ മമ. അവനാണ് ഗുരു. സാക്ഷിയെ തിരിച്ചറിഞ്ഞിട്ടില്ല മക്കളെ. താച്ചിയും പറഞ്ഞ് നെഞ്ചത്തടിക്കുക. എത്ര ദൂരം പോയിട്ടാണ് സാക്ഷി നിരൂപണം ചെയ്യപ്പെടുന്നത്? എന്നിട്ട് അവിടെ നിരന്തര നിധിധ്യാസനം നടത്തിയിട്ട് ബ്രഹ്മാകാര വൃത്തിയിൽ എത്തിച്ചേരുന്നില്ലേ? അവൻ മാത്രമാണ് എന്റെ ഗുരു. അവനാണ് ഗുരു എന്നാണ് എന്റെ അഭിപ്രായം. എന്നാണ്, അല്ലാതെ എന്റെ ഗുരു എന്നല്ല. അവനാണ് ഗുരു എന്നാണ് എന്റെ അഭിപ്രായം. അല്ലാതെ പോസ്റ്റർ ബോയ്സും ഗേൾസും അല്ല എന്നർത്ഥം. സദ്ഗുരു, ജഗത് ഗുരു, ബ്രഹ്മാണ്ഡ ഗുരു ദർശനം കൊടുക്കുന്നതായിരിക്കും, എത്തിച്ചേരുക. അല്ല ബ്രഹ്മാണ്ഡ ഗുരു, ഈ പരസ്യത്തിന്റെ ആവശ്യം എന്തായിരുന്നു ബ്രഹ്മാണ്ഡ ഗുരു ആണെങ്കിൽ? കാരണം എന്താ? നിങ്ങൾക്ക് ജഗത്തില്ലല്ലോ, എവിടെയും കൂടിയിരുന്നാ പോരായിരുന്നു. സ്വന്തം പ്രാരബ്ധായ, എന്താ കഴിഞ്ഞ ശ്ലോകം എന്താ പറഞ്ഞത്? പ്രാരബ്ധായ സമർപ്പിതം ബബുരിതം എന്നാ. അങ്ങനെയല്ലേ ഞാൻ ഇരിക്കേണ്ടത്? നിങ്ങൾ എന്തൊരു പരിപാടിയാണ് ചെയ്യുന്നത്? ആൾക്കാരെ വെച്ച് ചണ്ടയും കൊട്ടി നഗരത്തിലേക്ക് ഇറങ്ങുന്നേ. മനസ്സിലായോ? ഇതൊന്നും ഗുരുക്കന്മാരല്ലെന്നുള്ളത്. പെയ്ഡായിട്ട് ഞാനൊരു ഭാഗത്ത് കാണുന്നത് നമ്മുടെ ബർക്കാദത്ത ഉണ്ടല്ലോ. ബർക്കാദത്ത നാട്ടുകാർ പഞ്ഞിക്കിടുന്നതിന് ഒരു കണക്കുമില്ല. തമിഴ്നാട്ടിലെ ഒരു ഗുരുവിന്റെ അടുത്ത് എത്ര മീക്കായിട്ടിരുന്നിട്ടാണ് ചോദ്യം ചോദിക്കുന്നത്. എന്തൊരു ചിരിയാണ്. അപ്പൊ എത്രമാത്രം പൈസ വെച്ചിട്ടായിരിക്കും ഗുരു ഇതിനെ കൈകാര്യം ചെയ്തിട്ടുണ്ടാവുക? ഈ ഗുരുക്കന്മാരാണ് നമ്മുടെ മുന്നിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതല്ല മക്കളെ ഗുരു. ബ്രഹ്മാകാര വൃത്തിയുള്ളവനാണ് ഗുരു. അവനിവിടെ പെയ്ഡ് പരിപാടിയായിട്ട് നടക്കത്തില്ലെന്ന് അർത്ഥം. ഈ ഒരു അവസരത്തിൽ പറയേണ്ടി വരികയാണ്. നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള ആൾക്കാർ എടുത്ത് വെച്ചിട്ട് കരുതും ആ ഗുരു അല്ല, ഇത് ഗുരുവല്ല, ഇത് ഗുരു ആഭാസന്മാര് മാത്രമാണ്. ബ്രഹ്മാകാര വൃത്തിയുള്ളവൻ മാത്രമാണ് ഗുരു. ഇങ്ങനെ നിങ്ങളുടെ 4ാമത്തെ ശ്ലോകവും കഴിഞ്ഞു. ഈ ശ്ലോകത്തിനും കുറച്ച് ടീക്കിയൊക്കെ ഉണ്ട്, പക്ഷേ നാളെ നോക്കാം. നിത്യശുദ്ധമുക്തമായ ബ്രഹ്മം അഹംബുദ്ധിക്ക് വിഷയമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നല്ലേ മറുപടി? അവൻ അഹംബുദ്ധിക്ക് വിഷയമായി, അഹം എന്നുള്ള ബുദ്ധിക്ക് വിഷയമായിട്ടില്ലെങ്കിൽ ഞാൻ എങ്ങനെ ഉണ്ടാവും? ജ്ഞാനിക്ക് അജ്ഞാനിയുടെ കേസല്ല, ജ്ഞാനിയുടെ കേസാണ്. അതായത് ബ്രഹ്മാകാര വൃത്തി എന്ന് പറയുന്ന സാധനം എന്താ? ഞാൻ ബ്രഹ്മമാണെന്നാണോ അല്ല നാട്ടുകാർ ബ്രഹ്മമാണെന്നാണോ? ഞാൻ ബ്രഹ്മമാണ്. അപ്പൊ അഹമല്ലേ ഞാൻ? അവിടെ വൃത്തിവ്യാപ്തി മാനിച്ചുകൊണ്ട് വിഷയത്വം ജ്ഞാനിക്കില്ലേ? അതുകൊണ്ടാണ് ഈ സാധനം കീറാമുട്ടിയ എന്ന് പറയുന്നത്. ഒരു കണക്കിന് പിടികൊടുക്കത്തില്ല. പിന്നെ അതുമല്ല, ഗുരുക്കന്മാരുടെ കൃപയുണ്ട്, പിന്നെ ഒരു കണക്കിനോട്ട് മനസ്സിലാകത്തുമില്ല. അവരാണ് ഇതിനെ ഏറ്റവും കൂടുതൽ നശിപ്പിച്ചു വെച്ചത്. മക്കളെ ആത്മാവിന്റെ ബുദ്ധി ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞാൽ നാട്ടുകാർ ചോദിക്കും ആ ഉണ്ടാകത്തില്ല. പിന്നെ എങ്ങനെ അജ്ഞാനം നഷ്ടപ്പെടും? നോക്കണം, ഈ സ്ഥലം അത്രയും പ്രശ്ന സ്ഥലമാണ്. ഇതിൽ ടീക്കയിലൊക്കെ എങ്ങോട്ടൊക്കെയോ പോയി കളഞ്ഞിട്ടുണ്ട്. അപ്പം വൃത്തിയെ, അതായത് പ്രമാതാവിനും സാക്ഷിയുടെ വൃത്തി ഉണ്ടാവും.
ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് സാക്ഷി ഉണ്ട് എന്നൊരു വൃത്തി വരുന്നില്ലേ? അത് സാക്ഷിയുടെ സ്വരൂപം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അത് പ്രമാതാവിനെ മനസ്സിലായത്. പക്ഷെ ആ പ്രമാതാവിന് ഈ സാക്ഷിയുടെ വൃത്തി ഉണ്ടാകുമ്പോഴും സാക്ഷി പിന്നെയും ആ വൃത്തിയെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കും. ഇത് മനസ്സിലായോ? അതുകൊണ്ട് അവൻ വിഷയമല്ല. എന്നാൽ ജ്ഞാനിക്ക് ഇവൻ വിഷയമായിട്ടില്ലെങ്കിൽ അജ്ഞാനം നഷ്ടപ്പെടത്തൂല്ല. എന്നാല് പ്രമാതാവിനും പ്രമേയം ഉണ്ടാവുന്ന സമയത്ത് പ്രമാ വിഷയത്തിന് സാക്ഷി വിഷയമാവുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഉണ്ട്. ഇനി ഒന്ന്, സാക്ഷിക്ക് വിഷയമാവുന്ന പ്രമാതാവിന്റെ വാസ്തവ സ്വരൂപം അധിഷ്ഠാന ചൈതന്യമായതിനാൽ സാക്ഷിയുടെ വിഷയരൂപത്തിൽ അധിഷ്ഠാന ചൈതന്യം വിഷയമാവുന്നില്ല വെച്ച് കഴിഞ്ഞാൽ അതും ഉണ്ട്. അതായത് ഘടാദി വിഷയത്തെ പ്രമാതാവിലൂടെ സാക്ഷി അറിയുമ്പോൾ പ്രമാതാവിനെയും സാക്ഷി ഭാസിപ്പിക്കുന്നുണ്ട്. ഈ പ്രമാതാവിന്റെ ശുദ്ധസ്വരൂപം സാക്ഷിയാണെന്നും ശാസ്ത്രിയുടെ ശുദ്ധസ്വരൂപം കേവലനാണെന്നും ആയതിനാൽ പ്രമാത കേവലനാണെന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? ആ രീതിയിൽ ശബ്ദത്തിലൂടെ കേവലനെ മനസ്സിലാക്കാൻ പറ്റില്ലേ? പറ്റും. അത്രയേ ഉള്ളൂ അതിനർത്ഥം. അല്ലെങ്കിൽ പ്രശ്നം എന്താ പറഞ്ഞാൽ ആ മനസ്സിലാക്കുക എന്നുള്ള വൃത്തിയെ പോലും പ്രമാതാവിന്റെ വൃത്തിയെ പോലും സാക്ഷി പ്രകാശിപ്പിച്ചുകൊണ്ട് പോകും. അതുകൊണ്ടാണ് അതിന് വിഷയം ആവത്തില്ല എന്നും പറയുന്നത്. ഇത്രയും പ്രശ്നവും പരിവട്ടമുള്ള ഒരൊറ്റ സ്ഥലമാണ്. ആത്മാ ബ്രഹ്മ എന്നുള്ളതിന്റെ മഹാവാക്യത്തിന്റെ നിരൂപണാണോ ഈ ശ്ലോകം? നമ്മളിപ്പോ 4-ലെത്തിയില്ലേ? 4-മത്തെ ഏതായിരുന്നു? അഥർവവേദത്തില്. അഥർവവേദത്തിലെ എന്ന് പറഞ്ഞാല് ഏതായിരിക്കും ഉപനിഷത്ത്? മാണ്ഡൂക്യം. മാണ്ഡൂക്യത്തിലെ മഹാവാക്യത അയം ആത്മാ ബ്രഹ്മ. അയം ആത്മാ ബ്രഹ്മ. ഈ അയം ആത്മാ എന്ന് ഉദ്ദേശിച്ചത് 2 ഘട്ടത്തിൽ കൂടെ പോയിരുന്നു. തിര്യകാദികളിലൂടെ എന്ന് പറയുമ്പോൾ സകലത്തിനെ എടുക്കും. അത് അധിഷ്ഠാനമായിട്ട് ബ്രഹ്മവും. പിന്നെന്താ 2-മത്തെ പങ്ക്തിയില്? യാ തിര്യക് നരദേവതാഭിരഹിത മിത്യന്ത. രഹിത എന്നല്ല, ദേവതാഭി രഹിത രഹമിത്യന്ത. രഹമിത്യന്ത. അഹമിതി അന്തഃ സ്ഫുടാഗൃഹ്യതേ. പിന്നെന്താ? യദ്ഭാസ ഹൃദയാത്. യദ്ഭാസ. ഇവിടെ ഹൃദയം എന്ന് പറഞ്ഞ മനസ്സ് എന്ന് പറഞ്ഞ മനസ്സിന്റെ അധികരണമാണ് ഹൃദയം. അതുകൊണ്ട് ഹൃദയ ശബ്ദത്താൽ മനസ്സിനെ എടുത്തുള്ള. പിന്നെന്താ? ദേഹം. ഇതൊക്കെ ഒരു ജീവനെ സംബന്ധിച്ചാണ്. അപ്പൊ ഒരു ജീവനെ സംബന്ധിച്ചിരിക്കുന്ന ആത്മാ സകല ജീവന്മാരെ സംബന്ധിച്ചിരിക്കുന്ന ബ്രഹ്മസ്വരൂപമാണ്. 2 സ്റ്റെപ്പല്ലേ? തിര്യക്ക് മനുഷ്യൻ ദേവത എന്ന് പറയുമ്പോഴേക്ക് സകലത്തിലൂടെയും അർത്ഥം കിട്ടും. അപ്പൊ സകലത്തിലൂടെയും പ്രകാശിച്ചിരിക്കുന്ന ചേതന എന്നുള്ളത് ബ്രഹ്മസ്വരൂപമാണ്. അടുത്ത അവനെ എങ്ങോട്ട് ചെയ്തു? ഹൃദയം, ദേഹം എന്ന് പറയുന്ന മനസ്സ്, ദേഹം, വിഷയം ഇവയെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജീവനാണ്. ഇങ്ങനെ ഇരിക്കുന്ന ജീവസ്വരൂപം തന്നെയാണ് ബ്രഹ്മസ്വരൂപം എന്ന് ഐക്യം കിട്ടേണ്ടിയിട്ടാണ് 2 സ്റ്റെപ്പായിട്ട് വെച്ചു കൊടുത്തിരിക്കുന്നത്. 2 സ്ഥലത്തെ സ്ഫുരണം ഏകസ്വരൂപനായിരിക്കും. സ്ഫുരണത്തിന് മാറ്റം ഉണ്ടാകത്തില്ല. നിങ്ങൾ പഞ്ചദശിയിൽ അത് വരൂ. അഹം എന്നുള്ള സ്ഫുരണത്തിന് ഒരു സ്ഥലത്ത് മാറ്റം ഉണ്ടാകത്തില്ല. അതിൽ സ്ഫുരിക്കപ്പെടുന്ന വസ്തുക്കൾ മാത്രമേ മാറത്തുള്ളൂ. നിങ്ങൾ നന്നായിട്ട് മെനക്കിടുകയും ചോദ്യത്തിന് ഉത്തരം തരാൻ നിൽക്കുന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സാക്ഷിയുടെ എന്തെങ്കിലും പിടികിട്ടത്തുള്ളൂ. ഇത് 10-20 വർഷം പഠിച്ച ആൾക്കാർക്ക് പോലും സാക്ഷി ഒരു 1.5 സംഭവമാണ്. സാക്ഷി അപ്പോഴും തീരത്തില്ല. സാക്ഷി പിടികിട്ടി കഴിഞ്ഞാൽ നമ്മുടെ ഏരിയ 3/4 ഭാഗം കഴിഞ്ഞു. അല്ലാതെ കൂടുതൽ ഈ ശാസ്ത്രത്തിൽ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ആ സാക്ഷി പിടികിട്ടാനാണ് മൊത്തം ഏരിയ കവർ ചെയ്യുന്നത്. എന്തുകൊണ്ടാ? ഈ നിങ്ങളുടെ ഇതിൽ കുറച്ച് ഭാഗം ഞാൻ വിട്ടുകളഞ്ഞത്. കുറെ ടീക്കുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. 1-2 മാസം എടുക്കാൻ മാത്രമുള്ള ടെക്സ്റ്റാണ്. അപ്പോൾ ഞാനൊരു ചെറിയ ഭാഗം മാത്രമല്ലേ വായിച്ചു പോയിട്ടുള്ളൂ. ഇപ്പോൾ അത് മാത്രമല്ല, പ്രഭാകര സിദ്ധാന്തത്തിന്റെ ഖണ്ഡനമൊക്കെ കുറെ വരുന്നുണ്ട്. എങ്കിലൊക്കെ മനസ്സിലാകത്തുള്ളൂ എന്താണ് ഈ സാക്ഷിയെ കൊണ്ട് ഉദ്ദേശിച്ചത്. പിന്നെ അതുമല്ല, ഇവര് കുറച്ച് സ്ഥലത്തെ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ വ്യാഖ്യാനിച്ചു കളഞ്ഞിട്ടുണ്ട്. അത് ജ്ഞാനി എടുത്തിട്ട് പറയണോ അജ്ഞാനി എടുത്ത് പറയണോ വെച്ച് കഴിഞ്ഞാൽ പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാം. അത് പ്രശ്നം എന്താ പറഞ്ഞാൽ ഗൃഹ്യത എന്നുള്ളത് പ്രകാശത എന്ന് അർത്ഥം ഇട്ട് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പോകും. സാക്ഷിയുടെ സ്വരൂപം വെച്ചിട്ട് ഗ്രഹിക്കപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷി ഗ്രഹിക്കപ്പെടത്തില്ലല്ലോ. പിന്നെ എങ്ങനെ പറയും? ജ്ഞാനിയുടെ വിഷയമായിക്കൊണ്ട് പ്രകാശിക്കും. അത് ശരിയാണ്. അജ്ഞാനിക്ക് വിഷയമാക്കാൻ പറ്റും. അത് 2 വിധത്തിലാക്കാൻ പറ്റും അതിനെ. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് കൂടുതൽ ജടിലം. അതൊന്നും ഇവിടെ ഇവർ എഴുതി വെച്ചിട്ടില്ല. അവര് തട്ടി അങ്ങ് പോവുകയാണ്. തീർത്തേക്കാം അല്ലെ? ഓം പൂർണ്ണമതഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനെ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി.
നമോ നാരായണ.